പിന്നെ സലിമിക്ക എന്നോട് പറഞ്ഞതാണ് മൊയ്തീൻ ഷേഖിനോട് പ്രാർത്ഥന ആവുന്ന ചോദ്യമുണ്ട്, പ്രാർത്ഥന അല്ലാത്ത ചോദ്യം. പ്രാർത്ഥന അല്ലാത്ത ചോദ്യത്തിനാണ് മൊയ്തീൻ ഷേഖ് ഹാജറുണ്ടെങ്കിൽ ആ മനുഷ്യനോട് ആ മനുഷ്യന്റെ ജീവിതകാലത്ത് മൊയ്തീൻ ഷേഖിനോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് വരില്ല, അത് ആ കഴിയപ്പെട്ടാണെങ്കിൽ ശിർക്ക് വരില്ല. ഇതാണ് ഇതിന് തെളിവായിട്ട് ജിന്നിനോട് സാധനം ചോദിക്കുന്നത് തെളിവായി ശിർക്കല്ല എന്നുള്ളതിനുള്ള ഉദാഹരണം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് നാട്ടിൽ പറഞ്ഞു, പക്ഷേ അതിനുള്ള മറുപടി പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് എങ്ങനെ വരാന്നുള്ളത് ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ട് ചർച്ച നടക്കാണ്ട് പോയി ഇവര് വന്ന മുസ്ലിം ഇദ്രീസിനെ അന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്താണ് പക്ഷെ ഇദ്രീസിനെ നിന്നില്ല. കാരണം ഇദ്രീസ് ഈ വിഷയങ്ങളിൽ പുറത്തുള്ള വിഷയങ്ങളിൽ കയറി ഇല്ലല്ലോ. അത് അന്ന് പ്രസക്തമായൊരു ചോദ്യം ഉണ്ടായിരുന്നാണ്. അതായത് പിന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന ഒരാൾ ഒരു വിളിച്ചു കഴിഞ്ഞാല് ശിർക്കാവോ എന്ന് സലായി എന്ന് ചോദിച്ചപ്പോ സലായി എന്നാ തിരിച്ചു ചോദിച്ചത്. അങ്ങനെയാണ് അബ്ദുൽ ജബ്ബാറെ, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന ആള് ഒരു ജിന്നിന് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ജിന്നിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്താ അന്ന് മറുപടി പറഞ്ഞിട്ടില്ല അതിന്? ഇതിന്റെ മറുപടി പറഞ്ഞിട്ട് എന്താണ് ഇപ്പൊ പറഞ്ഞത്? മൊയ്തീൻ ഷേഖിന്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് അതിൽ ശിർക്ക് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞത് അവിടെ ശിർക്ക് വരില്ല. എന്തുകൊണ്ട് വരില്ല എന്ന് പറയുമ്പോൾ വിഷയം എന്തുകൊണ്ട് വരില്ല? മൊയ്തീൻ ഷേഖ് അവിടെ ജീവനോടെ ഉള്ള സമയമാണ് ഹാജറാണ്. ആ അതെ മൊയ്തീൻ ഷേഖ് അവിടെ പറയട്ടെ. മൊയ്തീൻ ഷേഖ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മൊയ്തീൻ ഷേഖിനോട് ആ മൊയ്തീൻ ഷേഖിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് ആര് ചോദിക്കുന്നത്? ഇയാൾ ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ശിർക്ക് വരാത്തത്? ആ വിഷയത്തിൽ മൊയ്തീൻ ഷേഖിന് കഴിവ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കഴിവ് ആർക്കുണ്ട്? മൊയ്തീൻ ഷേഖിന്റെ. ഒന്നാമത്തെ മൊയ്തീൻ ഷേഖ് അവിടെ ആരായാലും ഷേഖിനോട് ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ആ മനുഷ്യൻ എന്തുണ്ട്? അവിടെ ഹാജറാണ്, എന്റെ മുന്നിലുണ്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരോട് ചോദിക്കുന്നത്? മൊയ്തീൻ ഷേഖിനോട് ചോദിക്കുന്നത്. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടും അയാൾ അവിടെ ഹാജറുള്ളത് കൊണ്ടും എന്ത് വരുന്നില്ല? ആ വിഷയത്തിൽ ശിർക്ക് വരുന്നില്ല. എടുക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും തർക്കമില്ല, ജീവനുള്ളതുകൊണ്ടില്ല ശിർക്ക്. ഇവിടെ സംശയം ഈ ഉദാഹരണം ഇപ്പോൾ തെളിവ് പറഞ്ഞെങ്കിൽ ഇതേ ഉദാഹരണവും ഇതേ അവസ്ഥയുമാണോ ജിന്നിനുള്ളത്? അതാണ് അതേ അവസ്ഥയാണ് ജിന്നിനുള്ളത്. എന്റെ ചോദ്യം ഞാൻ അത് പറയുന്നത് ശിർക്ക് എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണമൊക്കെ പറഞ്ഞത്. ശിർക്ക് ആകുന്നതും ആകാത്തതും ഒരേ വ്യക്തിനെ കൊണ്ടുള്ള വിശ്വാസത്തിനനുസരിച്ചും അവസ്ഥക്കനുസരിച്ചുമാണ് ശിർക്ക് ആകുന്നതും ആകാത്തതും. ഞാൻ ഒരു ഉദാഹരണം കൂടെ നിങ്ങളോട് പറയാം. സുലൈമാൻ നബിക്ക് പക്ഷെ ഇതിന്റെ നിങ്ങൾ പറഞ്ഞു ഒരു മിനിറ്റ്. സുലൈമാൻ നബിക്ക് ജിന്നുകളെ അള്ളാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു. ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബിക്ക് അർശ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സദസ്സിനോട് ചോദിക്കണം, ആരാണ് എനിക്ക് ഈ അർശ് കൊണ്ടുവന്ന് തരിക? അവരിവിടെ എത്തുന്നതിന്റെ മുമ്പായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇഫ്രീത്തും മിനൽ ജിന്ന് പെട്ട ഒരാള് പറഞ്ഞു, ഇവിടുന്ന് സഭ പിരിണതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്നേരം എനിക്കൊരു കഴിവുണ്ട്, ഞാൻ വിശ്വസ്തനുണ്ട്. മനസ്സിലായി? ഇത് സുലൈമാൻ നബി പറഞ്ഞ ഇപ്പൊ എന്നോട് ആരാ ചോദിച്ചേ? ജിന്നിനോട് ചോദിക്കാൻ. പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ഇനി അവിടെ ശിർക്കുണ്ടോ? അവിടെ നമ്മൾ ശിർക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാ വരാത്തത്? ഒന്നാമത്തത് ആ ജിന്നിനോടുള്ള സഹായത്തേട്ടല്ല അവിടെ. ഒന്ന് സഹായത്തേട്ടല്ല. രണ്ടാമത്തത് ഒരു സദസ്സിൽ എന്ന് പറഞ്ഞ സദസ്സിൽ ആ ഒരു സദസ്സിൽ സന്നിധരായിരുന്നു. ഇഫ്രീത്ത് എന്തുണ്ടായിരുന്നു? സദസ്സിൽ സന്നിധനായിരുന്നു. അയാളെ ആ ഇഫ്രീത്തിനെ സുലൈമാൻ നബി അലൈഹി സ്വലാം കണ്ടോ? കണ്ടോ? കാണണ്ടേ? അല്ല സുലൈമാൻ നബി എന്റെ ഒരു സംശയം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഇഫ്രീത്തിനെ കണ്ടോ? എല്ലാം വേണ്ട, കണ്ടിട്ടില്ല എന്ന് നമ്മൾ വാദം. കണ്ടു. അപ്പൊ കണ്ട ഇഫ്രീത്തും ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളോട് മൊത്തമാണ് ആരുടെ ചോദ്യം?
സുലൈമാൻ നബി ഇസ്ലാമിനെ പോരും, ഞാൻ ഇവിടെ നിങ്ങൾ ആരാണ് കൊണ്ടുവരാം. അപ്പോഴാണ് ഈ ഫിരീത്ത് പറഞ്ഞത് ഞാൻ കൊണ്ടുവരാം അല്ലേ. ഇത് ശിർക്കാണോ ഇത് ശിർക്കല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് ശിർക്കല്ല അതാണ് പറഞ്ഞത്. ഒന്നാമത്തത് ശിർക്കല്ലാത്തത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ജിന്നുകളെ അള്ളാഹു താല കീഴ്പ്പെടുത്തി കൊടുത്തു ഒന്ന്. രണ്ടാമത് അത് മാത്രമല്ല, രണ്ടാമത്തത് ആ സദസ്സിലുള്ള ജിന്നാണ് ആര് ഇഫ്രീത്ത്. ആ ജിന്നിനെ കാണുകയാണ് ആര് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. കണ്ണുകൊണ്ട് കണ്ട ഒരു ജിന്നിനോടാണ് എന്ത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കുണ്ട്, ആര് കൊണ്ടുവരുന്നുള്ള ചോദ്യം. നമ്മുടെ മുന്നിൽ അങ്ങനെ എന്തോ ഒരു അവസ്ഥയാണോ നമ്മളിവിടെ തർക്കം? അല്ല, അതാണോ നമ്മുടെ ഞാൻ ഇത് വിശദാക്കാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരാതിരിക്കാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞു. ഒരു മിനിറ്റ്. ഹയ്യാണ് സത്തിന്റെ പറ്റൂല. രണ്ടാമത്തേത് ഒരു മിനിറ്റ് കണ്ടു അപ്പൊ താലിംക പറയുന്നത് അതാണ് ഇതിലെ ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ ഹയ്യാണ് ഒന്ന്, രണ്ടാമത്തെ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഹാദറാണ്. ഞാൻ അടുത്ത സംഭവം ഉദ്ധരിക്കും. ഒന്ന് ഹയ്യാവുക, രണ്ടാമത്തത് മനസ്സിലായി കാണണമെങ്കിൽ ഹാദറാവണം. പിന്നെ ഇഫ്രീത്തിന് കഴിയണം. അല്ല, ഇഫ്രീത്തിന് കഴിയണമെന്നല്ല, ആരുണ്ട് കൊണ്ടുവരാൻ ഇഫ്രീത്തിനോടല്ല ചോദ്യം. നിങ്ങളിൽ ആരുണ്ട് കൊണ്ടുവരാനാണ് ചോദ്യം. അതിലാണ് ഇഫ്രീത്ത് പറഞ്ഞത് ഞാൻ അതിൽ കഴിവുള്ളവരാണെന്ന് പറയാൻ. അല്ലാതെ ഇഫ്രീത്തെ നീ അത് ആയിക്കോട്ടെ. ഒരു മിനിറ്റ് കേൾക്ക്. ഇതിനൊക്കെ പണ്ഡിതന്മാർ പറയുന്നോടത്ത് എന്താ പറയാ, ഒരാൾ ചോദിക്കാണ്. ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖ് ആദ്യം നിങ്ങൾ പറഞ്ഞു, മൊയ്തീൻ ഷെയ്ഖ് അവിടെ ഹാദറാണെങ്കിൽ പിന്നെ ഹയ്യാണെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിന് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതാണ് ഖാദിറാണെങ്കിൽ. ഈ ഖാദിർ എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത് ഇല്ലല്ല എന്ന വകുപ്പിൽ പെടാത്തത്, അള്ളാഹ്ക്ക് മാത്രം പിടിച്ചു വെച്ചത് അല്ലാത്ത കാര്യം. അതിനാണ് ഖാദിർ. ഈ മൂന്ന് സിഫത്ത് ഒത്താൽ അവിടെ മൊയ്തീൻ ഷെയ്ഖിനോടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇത് കേൾക്ക്. ജിന്നായ ഇഫ്രീത്തിന്റെ അടുത്ത് ഈ മൂന്ന് സിഫത്തും യോജിച്ചാൽ ഇതാകൂല. സംസാരിച്ചു, അവിടെ സദസ്സിലുള്ള അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു അല്ലേ. ഹാബിറാണ് എന്നുള്ളതിന് ഒരൊറ്റ പിന്നെ കാണുക എന്നതിന് പുറമെ ചില അനുഭവങ്ങൾ കൊണ്ട് ഹാജറാകും. ഞാൻ തെളിയിച്ചു. ആയിക്കോട്ടെ. ഹാജറാകുന്ന വെള്ളത്തിന് വേണ്ടി ഓടിയോ ശബ്ദം കിട്ടും. ഇത് ഫുള്ള് ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞു തീർക്കി. നിങ്ങൾ പറയാം കണ്ടോ കണ്ടിട്ടില്ലേന്ന്. അല്ല, അതിന് വേറൊരു കാര്യം ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സർക്കാരിന്റെ കൂടി അതിന് ഈ ആയത്ത് ഇറങ്ങിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. ഇത് വിശദീകരിച്ചു കൊടുത്തത് സഹാബത്തിനാണല്ലോ. ആ സഹാബത്ത് താബിഈകളിൽപ്പെട്ട അവരിൽ നിന്ന് കേട്ടുപഠിച്ച ആളുകളെ തഫ്സീറുകൾ ഇതിനെ എഴുതിയിട്ടുണ്ടല്ലോ. ലോകത്ത് എനിക്കതാണ് വേണ്ടത്. ലോകത്ത് ഈ ഹദീസ് ഈ ആയത്തിൽ ഉദ്ധരിച്ചിട്ട് ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഇതിൽ നിന്നും ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ ഹയ്യും ഹാദറും ഖാദറുമാണെങ്കിൽ ആ സഹായത്തേട്ടത്തിൽ ശിർക്ക് വരില്ല എന്ന് ഒരു തീർന്നിട്ട് കൊടുക്കാൻ പ്രശ്നം കഴിഞ്ഞു. ഈ വർത്താനാണ് മുജാഹിദിന്റെ വർത്താനം. എന്താണ് അതിനോട് പറഞ്ഞാൽ മതി. ഈ വർത്താനത്തിൽ നമ്മളിതാ ഇത് കൃത്യമായിട്ട് ചെയ്തിട്ട് അല്ല അതല്ല മൊത്തം നിങ്ങൾ പറയുന്ന ചർച്ച മുഴുവൻ ഇതിലുണ്ട്. ചർച്ച മുഴുവൻ അതായത് നിങ്ങൾ പറയുന്ന ഇവിടെ പ്രസന്റ് ആണ് ആര് ഈ ജിന്ന ഇഫ്രീത്ത്. അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും പ്രസന്റ് ഉണ്ടെങ്കിൽ ശിർക്കാവൂല. എന്നിട്ട് എവിടുത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയത് സുലൈമാൻ നബിന്റെ കാര്യത്തിലേക്കുള്ള കാരണം എന്തുകൊണ്ട് ശിർക്കായില്ല നിങ്ങൾ ചോദിച്ചു. ഇവരെന്താ പറയുന്നത്, ഇന്നത്തെ ഒരു വിഷയമാണ്. ഒരു ജിന്നിനോട് നമ്മൾക്ക് ആ ചങ്ങായി കൃത്യമായിട്ട് ചോദിക്കുകയാണ്, ഫഹൽ യജൂസുലി അന്നസ്തഈന ബിജിന്നിൻ, എനിക്ക് അവരോട് വിശദീകരിക്കാൻ വേണ്ടത്. ഇതിന് ബാഗ് പറഞ്ഞത് എന്നെ പറ്റി എല്ലാം ചോദിക്കുന്നത് ശിർക്ക് വിശദീകരിക്കാൻ വേണ്ടത്. ഒരു മിനിറ്റ്, ശിർക്ക് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുന്ന ഉദാഹരണം പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ ഉദാഹരണം മൊയ്തീൻ ഷെയ്ഖ് ഹയ്യാണെങ്കിൽ, മൊയ്തീൻ ഷെയ്ഖ് ഹാദിറാണെങ്കിൽ, മൊയ്തീൻ ഷെയ്ഖ് ഖാദിറാണെങ്കിൽ
അയാളോട് ചോദിക്കുന്നത് ശിർക്കിന്ന് പുറത്തു പോയി. അത് ഞാൻ രണ്ടാമത്തെ കാര്യം അത് ഞാൻ ഇത് പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം ഹയ്യ് ഇതുമല് നിൽക്കി. ഒന്നാമത്തെ കാര്യം ഇനി ഈ മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് എനിക്ക് എന്റെ കുറ്റം പൊറുത്തരണേ, മഴ വർഷിപ്പിച്ചേരണേ, ഹയ്യാണ് ഹാദറാണ്. പക്ഷെ അള്ളാഹ്ക്ക് മാത്രം പിടിച്ചു വെച്ചത് അതുകൊണ്ട് ഈ ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ പോകാൻ കഴിയില്ലെന്ന് തെളിയിച്ചില്ല. ഇനി നിങ്ങളിത് കേൾക്കി ആ ഹാജറ അതിന് നമുക്ക് അതിനെതിരെ നമുക്ക് മറുപടി പറയണ്ടേ? ഇപ്പൊ നിങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പോയില്ല, നമ്മളതിൽ പറഞ്ഞു ശേഷം അവിടെ ഹാജറായത് കൊണ്ടാണ് അത് എല്ലാം നമ്മൾ അതിൽ വിശദീകരിക്കും. അവിടെ ഹാജറാണോ നമ്മുടെ മുന്നിൽ? ഹാജറാണോ നമ്മുടെ മുന്നിൽ? ഒരു കാര്യം ചോദ്യമില്ല. അപ്പൊ അതല്ല നിങ്ങൾ പറഞ്ഞ ഉത്തരം എനിക്ക് പറഞ്ഞു. സലീംക പറയട്ടെ, ഒറ്റ കാര്യം എനിക്ക് പറഞ്ഞാൽ മതി. സാലിംകയ്ക്ക് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇന്ന് വരെ എനിക്ക് ശിർക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറയട്ടെ. അതെങ്ങനെ അത് പറയാതെ പിന്നെ എന്തിനാ പഠിക്കാം? അത് സാലിംക പറയട്ടെ. ഈ കാര്യം ശിർക്ക് എന്താണെന്ന് അറിയില്ല. അല്ല അത് പറയണല്ലോ. ഈ കണ്ട കാലം സാലിംക മനസ്സിലായില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ശിർക്ക് എന്താണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. അതൊന്ന് സാലിംക മനസ്സിലാക്കിയ ശിർക്കൊന്ന് പറഞ്ഞു തരുമോ? സാലിമക്കാന്റെ ഇതില് ഇത് വരുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരാള് ഒരു പിന്നെ പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഇവിടെ ഉണ്ട് എന്ന് വിചാരത്തിൽ ഒരു ജിന്നിനോട് കാര്യം ചോദിച്ചാൽ അത് ശിർക്കിൽ വരൂല. മൂപ്പനെ നമ്മള് ശിർക്കാന്ന് പറഞ്ഞു. ശിർക്ക് പറയുമ്പോ ജിന്നും മിൻസും കല്ലും ഒക്കെ പെടും ശിർക്ക് വരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന് കഴിയുന്നതല്ല, അള്ളാഹുക്ക് മാത്രമുള്ള ഏകമാക്കിയ കാര്യം അല്ലാത്ത അവന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും അതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒരംശമെങ്കിലും ചെയ്യാൻ കഴിയും, അല്ലെ പങ്കുണ്ട്, കഴിവുണ്ട് എന്ന് അതെ, അങ്ങനെ ഒരു കഴിവില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. നമ്മൾ പറഞ്ഞൊരു ചെറുക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഇപ്പൊ സാലിംക പറഞ്ഞത് നമുക്ക് മനസ്സിലായി. സാലിംക പറഞ്ഞതിൽ എന്താണ് മനസ്സിലായി. സാലിംക പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റെക്കോർഡായി അല്ലേ? നിങ്ങൾ പറഞ്ഞ റെക്കോർഡാകണം. അപ്പൊ നിങ്ങൾ ഈ വിചാരിച്ച ഈ വിഷയത്തിൽ ഇത്ര മാത്രമേ ശിർക്കുള്ളൂ എന്നാണ് നിങ്ങൾക്ക് വിചാരിച്ചത്? അതല്ല, ഇങ്ങനത്തെ അറിയുന്നതിപ്പോ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഈ വിഷയത്തിൽ അധികമായിട്ട് ഇപ്പോ ഇവര് പറഞ്ഞത് എന്താണ്? ജിന്നിനോട് സഹായം അള്ളാഹുവിനോട് ചോദിച്ച നമ്മളൊരു സഹായം നമ്മളൊരു വിഷമത്തിലോ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ അതല്ല നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളുടെ ഒരു ആവശ്യം അംഗീകരിക്കാനായിട്ട്, നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അദൃശ്യമായ ശക്തികളോട് തേടുകയാണെങ്കിൽ അത് അദൃശ്യമായ ഏത് ശക്തിയാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ അഭൗതികമായ ഒരു സൃഷ്ടിയോട് അതല്ല ഞാൻ പറയുകട്ടെ. നിങ്ങൾ അതിന് മുമ്പേ പറയാൻ കാര്യമുണ്ട്. ലോകത്തിന്ന് വരെ ഞാൻ ചോദിച്ചത് മറുപടി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു. അതിനെന്താണ് പറഞ്ഞത്? അത് പറഞ്ഞത് ലോകത്തിന്ന് വരെ ഞാൻ ഒന്ന് പറയാനും സമ്മതിക്കുക. എന്താ തരും നമ്മൾ പറഞ്ഞു കൊണ്ടിട്ടുണ്ടല്ലോ ആ ഡെഫിനിഷൻ. അതാണ് അത് പറയാൻ സമ്മതിക്കുന്ന നിങ്ങൾക്കൊരു പറയാൻ സമ്മതിക്കുക. നമ്മളത് പറയാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് നിങ്ങൾ പറയും ലോകത്തിന്ന് വരെ. ഞാനത് പറയാൻ പോകും. ഇന്ന് വരെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നിനോട് വിളിച്ചവരോടും മലക്കിനോട് വിളിച്ചവരോടും ബിംബങ്ങളെ വിളിച്ചവരോടും അല്ലാതെ ലാത്ര വിളിച്ചവരോടൊക്കെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഈ പറഞ്ഞ ഒരൊറ്റ മനുഷ്യനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ശിർക്കിന്റെ തഅരീഫ് എന്ന് ചോദിച്ചിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ റിക്കാർഡിലുള്ളതുകൊണ്ട് ഞാൻ പറയല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിപ്പോ
നമ്മൾ മൂന്നാൾ കേട്ടാ പോരല്ലോ, നമ്മൾ മൂന്നാൾ കേട്ടാ പോരല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്തിന് വരെ ഒരൊറ്റ മനുഷ്യന് ഇനി ഞാൻ പറയാം അല്ല ഞാൻ ചോദിച്ചിട്ട് നേരത്തെ പറഞ്ഞ താരിഫ് ഇപ്പൊ പറയുന്ന അതിനാണ് താരിഫ്, അതാണ് താരിഫ്. ഞാൻ അതിനാണ് ഉത്തരം പറഞ്ഞത്. ലോകത്ത് ഇന്ന് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്ത ഒരാൾ മക്കാ മുശ്രിക്കുള്ള ഒരാൾ റസൂലുള്ളാഹിയോട് തിരിച്ച് താരിഫ് ചോദിച്ചിട്ടില്ല. പോട്ടെ, ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. അതെ, നമ്മളിനി പറഞ്ഞുതരാം. ഇനി നമ്മൾ പറഞ്ഞുതരാം. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് കേട്ടോളെ, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അതിനുള്ള മറുപടിയാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് വേറെ ആരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ആരിൽ നിന്ന് ചോദിച്ചാലും അത് ശിർക്കാണ്. ഇതാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ല, നിങ്ങൾക്ക് കേട്ടില്ല. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതും അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതും സമ്മതിച്ചു അല്ലെ? അപ്പൊ സമ്മതിച്ചു. ഇതിന്റെ താരീഫ് പറഞ്ഞില്ല. ഇതാണ് എന്റെ ഉദാഹരണം. അതിന് ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ ശരിക്കും കേട്ടല്ലോ. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അത് വേറെ ആരോട് പ്രതീക്ഷയിൽ അർപ്പിച്ചാലും അവരോട് ചോദിച്ചാലും അത് ശിർക്കാണ്. അവർക്ക് എന്ത് ചെയ്യാനാ? നമ്മളെ സഹായിക്കാൻ കഴിയൂല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ജിന്നിനോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിന് സഹായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ഒരു മിനിറ്റ് ഓക്കെ. ശിർക്കിന്റെ നിങ്ങളിപ്പോ പറഞ്ഞത് അള്ളാഹിനോട് ചോദിക്കേണ്ട, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, ചോദിക്കേണ്ടത് വേറെ ആരിലേക്ക് അർപ്പിച്ചാലും അത് ശിർക്കാണ്. ആർക്കും വിട്ടുകൊടുക്കാത്ത ചില കാര്യം അതല്ല, അവരിൽ നിന്ന്. അപ്പൊ അള്ളാഹുവിൽ നിന്നോട് നമ്മൾ ചോദിക്കേണ്ട കാര്യം, അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, ഏത് സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ഏത് സൃഷ്ടികളോട് ചോദിച്ചാലും അത് ശിർക്കാണ്. ഒരു മിനിറ്റ് പറയട്ടെ. പുഴയിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ, പുഴയിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ ജിന്നിനോട് ജിന്നേ എന്നൊന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ശിർക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം? ഇത് ശിർക്കാന്ന് സാലിമൊക്കെ പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അതിനാണ് ഞാൻ ഈ ഉദാഹരണം. ഒന്നുകൂടി കേട്ടോ. എന്തുകൊണ്ട് ഒരാള് പുഴയിൽ മുങ്ങി മരിക്കാൻ, ഒരാള് പുഴയിൽ മുങ്ങാൻ പോകുന്നു. അയാളുടെ മുന്നിൽ എന്തുണ്ട്? അയാളുടെ മുന്നിൽ എന്തില്ല? ആരുമില്ല അവിടെ. അയാളുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേട്ട് വിളിച്ച് എന്നെ രക്ഷിക്കട്ടെ, എന്റെ കൈ പിടിച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച്, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ കൈ പിടിച്ച് രക്ഷിക്കണേ എന്ന് ചോദിച്ചാൽ ഹയ്യായ ഹാദറായ കാദറായ ജിന്നിനോടാണ് ചോദ്യം. ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ വിചാരിച്ച് ജിന്നെ എന്ന് വിളിച്ച് ചോദിച്ചാൽ ആ സഹായത്തേട്ടം ഞങ്ങൾ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾ മനസ്സിലാക്കിയ ശിർക്കാണെന്നാണ്. അഭിപ്രായം ശിർക്കാണെന്നാണോ അല്ലെന്നാണോ? അത് അത് ശിർക്കാകുന്നതിനുള്ള ചില കാരണമുണ്ട്. ആ സ്ഥലത്ത് മനുഷ്യനാണെങ്കിലും ശിർക്കാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോ ഒരാള് പിന്നെ രക്ഷിക്കണേന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക രൂപത്തിലുള്ള പറച്ചിലാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. മനുഷ്യനാണെങ്കിലും ശിർക്ക. കാരണം ശിർക്കാകുന്ന കാര്യം ജിന്നിനോട് അർപ്പിച്ചാലും മനുഷ്യനോട് അർപ്പിച്ചാലും ആരോട് അർപ്പിച്ചാലും ശിർക്കാണ്. അതങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശിർക്ക് അള്ള അല്ലാത്തവർ എല്ലാവരും ഒരു ഭാഗത്താണ്. അള്ള മാത്രമാണ് അതിൽ നിന്ന് പ്രത്യേകമായി നിൽക്കുന്നത്. അള്ളല്ലാത്ത ആരിൽ അർപ്പിച്ചാലും ശിർക്കാണ്. അത് എന്തുകൊണ്ടാണ് ശിർക്കാകുന്നത്? അത് അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള ഒരു കാര്യം, അള്ള മറ്റുള്ളവർക്ക് ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു കഴിവുള്ള ഒരു കാര്യം നിങ്ങൾ അള്ള അല്ലാത്ത ആരോട് മനുഷ്യനോട് കൂടി ചോദിച്ചാൽ അത് ശിർക്കാണ്. ചോദിക്കണ്ട, അയാൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അയാൾ മുശ്രിക്കാണ്. അതല്ലാത്തത് ചോദിച്ചാൽ ശിർക്കാവില്ല, മുശ്രിക്കാവില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഏത് ശിർക്കം? ഉദാഹരണം ഇങ്ങോട്ട് പറയും. ആകൂലാന്ന് പറയുന്നത് ഇങ്ങോട്ട് പറയാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം, ഇപ്പൊ രാവിലെ എന്നെ എഴുന്നേൽപ്പിക്കണേന്ന് പിന്നെ എന്റെ അഫലത്തിന്റെ മലക്കുകളോട് ഞാൻ ചോദിച്ചാല് അത് ശിർക്കാവോ? അത് ശിർക്കാവോ? ഏത് രാവിലെ എന്നെ ഒന്ന് ഇപ്പൊ ടൈം പീസ് അതൊക്കെ വെക്ക ഇതാതെ പിന്നെ എന്നെ രാവിലെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ എന്ന് അത് ശിർക്കാവോ? അല്ല ശിർക്ക് അല്ലാതെ ശിർക്കാകുന്ന ഇതുകൊണ്ട് ശിർക്കാകാത്തതുണ്ട്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം ഈ വിഷയം. ഞാൻ ഇത് ആ ജിന്നിനാണ് മാറ്റി. അല്ലല്ലാത്ത എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞു വെച്ചു. ആ ജിന്നിനോട് മാറ്റി. ജിന്നിന് മാറി നിങ്ങൾ അവിടെ ഭാര്യനെ ഏൽപ്പിച്ചു.
എന്തുകൊണ്ടാണ് ശിർക്കാകാത്തത്? ശിർക്കിലേക്ക് അള്ളാഹ്ക്ക് ഒരു മാത്രം ഏൽപ്പിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഭാര്യയെ ഏൽപ്പിച്ചാൽ ശിർക്കല്ലേ? രാവിലെ ഞാൻ മുഴുവൻ പറയട്ടെ. ഞാൻ ഇത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം അനുവദനീയമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അത് ശിർക്ക് വരൂല എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ പറയുന്നത്. ശിർക്ക് വരണമെങ്കിൽ ഉള്ള കണ്ടീഷൻ അവിടെ ഉണ്ടെങ്കിൽ ശിർക്കായി, അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്. ശിർക്ക് വരുന്ന, അതായത് അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള ഒരു കാര്യം അയാൾ ജിന്നിനാവട്ടെ ഭാര്യനാവട്ടെ ആരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ കഴിവുണ്ട് എന്നുള്ളത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ശിർക്ക് വരുന്ന കാര്യമാണെങ്കിൽ ശിർക്കാകും, ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും. മനസ്സിലായില്ല എനിക്ക്? അതിൽ നിങ്ങൾ ഹഫളത്തിന്റെ മലക്കിനോട് ഇത് ഏൽപ്പിക്കുക. ആരും ഹഫളത്തിന്റെ മലക്കിനെ നിങ്ങൾ വേറെ ആക്കിയാലും ജിന്നിനെ വേറെ ആക്കിയാലും മനുഷ്യന് അള്ളാഹ്ക്ക് പ്രത്യേകമായ വല്ലതുമാണ് ഇയാൾ ഏൽപ്പിക്കുന്നത്, ഇയാളുടെ വ്യക്തിക്കാതിലുണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുശ്രിക്കായി. ഇനി ഒരു അങ്ങനെയൊന്നും ഏൽപ്പിച്ചില്ലല്ലോ അവര്. അങ്ങനെയൊന്നും ഏൽപ്പിക്കാതെ ആണല്ലോ അവര് ഒരു മനുഷ്യന് കഴിയുന്ന ഒരു കാര്യമാണല്ലോ, അള്ളാഹ്ക്ക് മാത്രമല്ല ഒരു സൃഷ്ടിക്ക് കഴിയുന്ന കാര്യമാണല്ലോ അവര് ചോദിച്ചത്. നിങ്ങൾ പറയണ ഈ ചോദ്യത്തിലുള്ളത് ഉണർത്തുക എന്ന സൃഷ്ടിക്ക് കഴിവുള്ളതാണ്. ഈ രണ്ടാമത്തെ പറഞ്ഞു അതന്നെ രണ്ടാമത്തത് ഉണർത്തി ഇപ്പൊ വിളിച്ച് ഇത് ചെയ്യുന്ന അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവല്ല, മനുഷ്യന്മാർക്കും ഇതര സൃഷ്ടികൾക്കുള്ള കഴിവാണ്. അതന്നെ ഒന്നെ ചോദിച്ചത് അതെന്തുകൊണ്ട് ശിർക്കാന്ന്. ഞാൻ പറയുന്നത് അതിൽ അള്ളാഹ്ക്ക് പ്രത്യേകമായ ഒരു കാര്യം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാവും. എല്ലാം അർപ്പിക്കാനാണല്ലോ ചോദിച്ചത്. അത് ശിർക്കാണ് പറയുന്നവർ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞ താരീഫിന് പുറമെ വിശദീകരണം, ഞാൻ താരീഫ് ഉദ്ദേശിച്ച പദങ്ങളല്ല, വിശദീകരണത്തിന് പുറമെ ശിർക്കിന് വേറൊരു വിശദീകരണമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അത് ശിർക്കാകും എന്ന് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. അത് നമ്മളല്ല പറയേണ്ടത്. അത് പിന്നെ അത് ഉദ്ധരിച്ച ഇബ്നു ബാസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇബ്നു ബാസ് പറഞ്ഞത് ശിർക്കാണ്, ലാ യജൂസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശിർക്കിലേക്ക് അവര് പോകുന്നത്. അതെന്തുകൊണ്ട് ശിർക്ക് എന്ന് പറഞ്ഞു? ഇബ്നു ബാസിന്റെ ഫത്വ ഇന്ന് വന്ന ഞാൻ അന്ന് തന്നെ പറഞ്ഞു, നബിന്റെ കാലത്താണ് ഞാൻ സംസാരിക്കുന്നത്. ചോദിക്കാൻ പാടില്ലല്ലോ, അന്നുള്ളവർ താരീഫ് വെച്ചില്ല. ഓർക്കറിയാം, കാരണം ഓർക്കറിയാം. ഞാൻ നിങ്ങൾക്ക് അറിയാത്തോണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പറഞ്ഞില്ല. അന്ന് അറിയുന്ന താരീഫ് ഇതാണ്. എന്താ താരീഫ് എന്ന് വെച്ചാൽ ലാ ഇലാഹ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഓർക്ക് തിരിഞ്ഞു. എന്താ തിരിഞ്ഞത്? അവരിപ്പോ ബന്ധപ്പെടുന്ന ചിലരെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ചിലരെ ഒരു മിനിറ്റ്. അവർ ഇപ്പോൾ ബന്ധപ്പെടുന്ന ചിലരെ, ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു അടിമയാണ്. അടിമക്ക് മനസ്സിലായി ഇനി മുതൽ ഞാൻ മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇനി മുതൽ ഞാൻ ചിലരെ ഒഴിവാക്കണം, ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. ആ ഒഴിവാക്കിയ ആൾക്കാർ അയാളുടെ ഓണർ ഒഴിവാക്കിയിട്ടില്ല. എവിടെയാണ് ഒഴിവാക്കിയത്? അള്ളാഹുവിന് പ്രത്യേകമായ കഴിവ് വെച്ച കാര്യത്തിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ച ലാത്ത ഉസ്സ മനാത്ത പോലുള്ള അതുപോലെ തന്നെയുള്ള അവർക്ക് ചില വീഴ്ചക്കാതുകളുണ്ട്. അവരെ മുഴുവനുണ്ട് ഒഴിവാക്കിയപ്പോ 100% മുസ്ലിമായി. മനസ്സിലായില്ലേ? 100% ജിന്നുകളെ എല്ലാരും ഒഴിവാക്കി. ജിന്നിനെയും എല്ലാവരും ഈ വിശ്വാസം അള്ളാന്റെ കഴിവ് ഇലാഹ്, അതാണ് ഉലൂഹിയത്ത്. ജിന്ന് ഇലാഹാണോ ഒരാൾക്ക്, അയാളെ ഒഴിവാക്കണം. മലക്ക് ഇലാഹാണോ ഒരാൾക്ക്, ഇലാഹാകല്. ഈ ഇലാഹാകലാണ് അയാളുടെ വിശ്വാസത്തിൽ. ഒരാള് ജിന്നിനെ ഇലാഹാക്കിയാൽ അത് ഒഴിവാക്കണം. മലക്കിനെ മനുഷ്യനെ ഇലാഹാക്കിയാൽ അല്ലെ, മനുഷ്യനെ ഇലാഹാക്കിയാലും ഒഴിവാക്കണം. ഇവിടെ ശിർക്ക് വരുന്ന കാര്യത്തിൽ ജിന്ന്, മലക്ക്, മനുഷ്യൻ, പിന്നെ ബിംബങ്ങൾ, ഇതൊന്നുമല്ല ബന്ധം. അള്ളാഹ്ക്ക് പ്രത്യേകമായ ഒരു കാര്യം ജിന്നിനാവട്ടെ, മലക്കിനാവട്ടെ, മനുഷ്യനാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ആവട്ടെ, ഒരു പാമ്പിനാവട്ടെ, ഒരാൾ ഉണ്ട്, അങ്ങനെ ബന്ധപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും പാർട്ടുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ശിർക്ക്. അത് മുഴുവനാണ് ബിലാൽ ഒഴിവാക്കിയത്. അതിനൊരു താരീഫും വേണ്ട. മുസ്ലിം ആണതിന്റെ മുമ്പ് തിരിയുന്ന കാര്യം അത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഒരു മെയിൻ തർക്കമുള്ള ഒരു വിഷയം അവിടെ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് പോയത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു,
പുഴയിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ ജിന്നിന്റെ ഒരു കഴിവിൽപ്പെട്ട കാര്യം അല്ല അത് നിങ്ങൾ മറുപടി പറഞ്ഞു. അല്ല ഇത് പറഞ്ഞിട്ട് ഇത് കേരളത്തിലെ മുഴുവനും പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇത് സാധാരണ ഒരാളോട് ഇപ്പൊ കൺഫ്യൂഷനാക്കിയത് ഈ വാദം കൊണ്ടാണ്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം, ഇത് വെറുതെ പറയില്ല. അത് ചെറുക്കാന്ന് പറഞ്ഞാൽ എന്റെ ഈമാൻ നഷ്ടപ്പെടും, എന്റെ പരലോകം നഷ്ടപ്പെടും, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടുപോകും, ഞാൻ നരകത്തിലാകും. അതുകൊണ്ട് എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാൽ ഇത് ചെറുക്കാന്ന് ഞാൻ പറയില്ല. കാരണം എന്തുകൊണ്ട് പറയില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. അതിൽ പ്രാർത്ഥനയില്ല. നിങ്ങൾ വെറുതെ മനസ്സിലാക്കുക, അതിന്റെ കൂടെയാണ് എല്ലാവരും സ്റ്റേജ് ചെയ്തത് ഈ ഇതിന്റെ ആശയം. സാലിംക അത് ചെറുക്കാണോ ചെറുക്കല്ലേ എന്നൊന്ന് പറയും. സാലിംക നിങ്ങളൊന്ന് പറയും, നിങ്ങളോട് അവിടെ ചെറുക്കാണോ ചെറുക്കല്ലേ നിങ്ങൾ പറഞ്ഞേരി. ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു അത് ചെറുക്കാണോ ചെറുക്കല്ലേ നിങ്ങളൊന്ന് പറയേ. റൌഫിന് മനസ്സിലാവേണ്ട എനിക്കൊന്ന് പറഞ്ഞു എന്നാ റൌഫിന് പറഞ്ഞു അത് ചെറുക്കാന്നാണ് നമ്മൾ നിങ്ങൾ ചെറുക്കല്ലെങ്കിൽ എന്തുകൊണ്ട് ചെറുക്കല്ല അത് നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ വാദം അത് നിങ്ങൾ സമ്മതിച്ചു. ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. ഞാൻ ഒരുപാട് സുന്നി പ്രസംഗങ്ങൾ കേട്ടില്ല. ആ ശൈലിക്ക് പോകരുത്. കൊണ്ടാണല്ലോ എന്നോട് ചോദിക്കുന്നത്. അല്ല നമ്മൾ പറയുന്നത് ചെറുക്കാണ്. അപ്പൊ അതിന്റെ അല്ല ഇതിന് മറുപടി പറയട്ടെ. ഇതിന് മറുപടി ഞാൻ പറയുന്നത് മറുപടി പറയട്ടെ. എനിക്കൊന്ന് പറയല്ലേ താലിം എന്നോട് ചോദിച്ചു അതിൽ എങ്ങനെ ചെറുക്ക് വരാം. എങ്ങനെയാണ് പറയുമ്പോ ഞാൻ അനലൈസ് ചെയ്യണം. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെ ചുരുക്ക് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ എന്നിട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ചുരുക്ക് എന്താണ് ചുരുക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് പറഞ്ഞു തരികയും ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ എങ്ങനെയാണ് അത് ചുരുക്ക് വന്നത് എന്ന് പറഞ്ഞു. ഓക്കെ സംബന്ധിച്ച് പറഞ്ഞുതരാം. ശ്രമിക്കാം. ഒരു മനുഷ്യൻ ഈ മുങ്ങി മരിക്കാൻ പോകുന്ന സമയം ഉണ്ടല്ലോ, ആ അവസ്ഥ ഈ അവസ്ഥ ഞാൻ പറഞ്ഞത്. ഈ അവസ്ഥ ആ മനുഷ്യനൊരു സഹായം ചോദിക്കുകയാണ്. അവിടെ എങ്ങനെ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ഒരു മുക്തറാണ്, അതിൽ ആർക്കും തർക്കമില്ല. മുക്തറാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു സഹായം ചോദിക്കുകയാണ്. ആരോട് ചോദിക്കുകയാണ്? തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടാകുന്ന ജില്ല. അങ്ങനെയുള്ള അതേപോലെ തന്നെ പറയാണ്. അത് നമ്മൾ ചെറുക്കാതെ പറയുന്നു. എന്തുകൊണ്ടാണെന്നാണ് സാലിംകയുടെ ചോദ്യം. കാരണം സാലിംക പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെ അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിചാരിച്ചതെന്ന് മൂപ്പര് മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾ പറയുന്നതാണ് എങ്ങനെയാണ് ആ ജിന്ന് എന്നെ സഹായിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഒന്ന് ശരിക്ക് കേട്ടോളൂ. ഞാൻ വിളിച്ച് സഹായം ചോദിച്ചാൽ ആ ജിന്ന് അവിടെ ഉണ്ട് എന്ന് പറയുന്ന ജിന്ന് എന്നെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് എനിക്കറിയില്ല. ഒന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് അവിടെ ഉണ്ടോ ഇല്ലേ, അവിടെ ജിന്ന് ഹാജറാണോ അതും എനിക്കറിയില്ല. കാരണം ജിന്നിനെ ഞാൻ കാണൂല എന്നാണ് പറഞ്ഞത്. കാണില്ല. കാണാത്ത ഉറപ്പില്ലാത്ത ഒരു ശക്തിയോട് എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നു എന്നറിയാത്ത ഒരു സഹായത്തേട്ടം ആ ജിന്നിനോട് നടത്തുന്നത് കൊണ്ടും ഒന്ന് തീർന്നിട്ടില്ല. മെയിനായിട്ട് നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാരണം കൊണ്ടും രണ്ടാമത്തെ അതിന്റെ വിശദീകരണമായ ഞാനിപ്പോ ഈ പറഞ്ഞ ഈ വിശദീകരണങ്ങൾ കൊണ്ടും അതെന്ത് ചെയ്യില്ല, അത് ശിർക്കാണ്. കാരണം അത് എങ്ങനെ സാധിക്കും നമുക്കറിയില്ല. നമ്മളെ വിളി കേട്ട് ഉത്തരം നൽകാനുള്ള കഴിവ് ആർക്കില്ല, ജിന്നിന് നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞെന്താണ് അതിൽ ജിന്നും പെടും. അതിൽ നിന്ന് ഒരു ജിന്നിനെയും മാറ്റിയിട്ടില്ല. ഹയ്യായ ഹാദറായ കാദറായ ജിന്നിനെ മാറ്റിയിട്ടില്ല എന്നാണ് ഞാൻ സാലിംഖാനോട് പറഞ്ഞത്. ഉണ്ടെങ്കിൽ സാലിംഖാ തഫ്സീർ എന്ന് കൊടുത്തു. ഇന്ന തഫ്സീറിൽ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് നോക്കി ഞാൻ ഇതിൽ പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ അതായത് ജിന്ന് എങ്ങനെ ഇത് കേൾക്കും, എങ്ങനെ വന്ന് സഹായിക്കും എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ലാത്തത് കൊണ്ട് അത് മാത്രമല്ല അതിന്റെ മുമ്പ് വേറൊരു കാര്യം ഞാൻ അതിനോട് കൂട്ടി പറഞ്ഞു. അത് ഇതിന്റെ ഒരു ഇതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാണ്. എവിടെ അതുള്ളത്? ലെഫ്റ്റായിട്ട് പറഞ്ഞത് മുഴുവൻ എവിടെയുള്ളത്? നിങ്ങളെ മനസ്സിലായി സുലൈമാനെ കൊണ്ടുവന്ന അതുകൊണ്ടാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാന്നുണ്ടോ?
നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞു ആഗ്നയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, അയ്യോ സംഭവിച്ചു. ഓക്കെ, അപ്പൊ ആ ആയത്തുകൾ വിശദീകരിച്ചു കൊടുത്ത് ഒന്നും നമ്മൾ വിശദീകരിക്കണ്ട, അത്രയും സെൽഫി വിശദീകരിക്കണ്ട, ഗേജിയും വിശദീകരിക്കണ്ട, നമ്മളും വിശദീകരിക്കണ്ട. ഈ തഫ്സീറുകളൊക്കെ ഇതിന് ആയത്തുകൾക്ക് എഴുതിയ തഫ്സീറുകളുണ്ടല്ലോ, കുർത്തുബിന്റെ തഫ്സീറുണ്ട്, ജരീറിന്റെ തഫ്സീറാകട്ടെ, അല്ലെങ്കിൽ റാസിയോ, നിങ്ങൾ ഉദ്ദേശിച്ച ഏതൊരു പ്രാമാണികരായ തഫ്സീറുകളും അവർ കാണാത്തതൊന്നുമില്ലത്. അവർ ഏത് സുലൈമാൻ നബിയുടെ ഈ ചരിത്രം, ഈ സുലൈമാൻ നബിയുടെ വിഷയത്തിൽ നിന്ന് ഇന്ന ജിന്ന് പെടില്ലാന്നോ, അല്ലെങ്കിൽ ഇന്ന ജിന്ന് നിങ്ങൾ പറയുന്നത് ഇന്ന പരിധിയിലുള്ള ജിന്ന് പെടില്ല, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ഇങ്ങനത്തെ ജിന്നാണെങ്കിൽ മാറും, അല്ലെങ്കിൽ അയ്യും ഹാദും കാതും മാറും, നിങ്ങളും ഞാനും പറയണ്ട. അവർ പറയേണ്ട ഉദ്ധരിച്ചെന്നാൽ മതി. നമ്മളൊരു ഉത്തരം എന്നാ നമുക്ക് ചേകലൂരായിക്കൂടെ? അപ്പൊ നമ്മൾ പറഞ്ഞ ഉത്തരം അവരൊരു തഫ്സീറിന്റെ ഉദ്ധരിക്ക്. ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയ്യും ഹാദറും കാതുമായി അയ്യും ഹാദറും കാതുറുമായ മനുഷ്യനോട് നമ്മൾ ചോദിക്കാൻ ഷിർക്കിന്റെ കാര്യത്തിൽ ഖുർആൻ അത് ഒരു കാര്യം ഷിർക്കായ കാര്യം എന്ന് പറയുമ്പോ മനസ്സിലായില്ലേ? ആ ഷിർക്കായ കാര്യം എന്തുകൊണ്ടാണ് ഷിർക്ക് എന്നുള്ളത് ഏത് മനുഷ്യനും മനസ്സിലാകുന്ന കാര്യം ഏതുകൊണ്ടാണ്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. അള്ളാഹ്ക്ക് പ്രത്യേകമായ, അപ്പൊ ഷിർക്ക് പറയുമ്പോ അതിന്റെ ഇങ്ങേ പുറത്ത് അള്ള പറയില്ല എന്താ അതിന് മുമ്പ് അള്ളല്ലാതെ ആരെങ്കിലും ഇതിലുണ്ടോ? ഒരു മിനിറ്റ്, ഈ വിഷയത്തിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇല്ല. എന്നിട്ട് പിന്നെ അള്ളല്ലാത്തവരെടുക്കുന്നത്, ഒരു മിനിറ്റ്, അള്ളല്ലാത്തവരെടുക്കുന്നത് അപ്പൊ അത് ഷിർക്ക്. അപ്പൊ അള്ളാഹ്ക്ക് പ്രത്യേകമായ കാര്യം അള്ളാഹ്ക്ക് പ്രത്യേകമായ കാര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഇലാഹ് എന്ന് വിശ്വസിക്കപ്പെടുന്നവർക്കാണ് ഇലാഹ് എന്ന് പറയുക. അതാണ് ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹ് ഒഴികെ. അപ്പൊ അള്ളാഹ്ക്ക് പ്രത്യേകമായി വെച്ചത് അള്ളാഹ് വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ഇന്നോനുണ്ട് എന്ന് വിശ്വസിക്കാൻ വളരെ ലളിതമായ കാര്യമാണ് ഇത്. ഈ കാര്യം ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ആദം നബി മുതലുള്ള മനുഷ്യർക്ക് ബോധ്യമുള്ള കാര്യമാണ് ഇത്. എപ്പോഴാണ് ഷിർക്ക് വരിക, എന്താണ് ഷിർക്ക്, അള്ളാഹ്ക്ക് പ്രത്യേക അത് വേറുള്ളവർക്ക് വെച്ചാൽ ഷിർക്കാണ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലമലാണ് നിങ്ങൾ കളിക്കുന്നത്. ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലയിൽ ആണ് നിങ്ങൾ എല്ലാവരും കളിക്കുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ല എപ്പോ തിരിയണം? മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് തിരിയണം. ഞാൻ ഒഴിവാക്കിയ ബിലാൽ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതോടുകൂടി നിർത്തിവെച്ച കാര്യം അള്ളാഹുവിന്റെ ഗുണങ്ങൾ ആർക്കൊക്കെ ഉണ്ട് എന്ന് അർപ്പിച്ചോ ആ കാര്യങ്ങൾ നിർത്തിവെച്ചോ, അല്ലാത്ത കാര്യങ്ങൾ തുടർന്നുപോയി. ഇനി ഇത് നിങ്ങൾ കഷ്ണം കഷ്ണമായിട്ട് ചോദിക്കുമ്പം അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുങ്ങി മരിക്കുന്ന മനുഷ്യന്റെ വിശ്വാസം, ഈ മുങ്ങി മരിക്കുന്നവന്റെ വിശ്വാസം, പിന്നെ അവിടെ കരയിലുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് രക്ഷിക്കണേന്ന് പറയും, ഉറക്കെ വിളിച്ചു രക്ഷിക്കണേന്ന് പറഞ്ഞു, വണ്ടി ഇരിയോന്ന് പറഞ്ഞു മുങ്ങുന്ന സമയത്ത്. ഈ ഒരു സഹായ തേട്ടം ചുരുക്കാകൂലെന്ന് എല്ലാവരും. പക്ഷെ അതിന്റെ കൂടെ തന്നെ അയാൾക്ക് ഒരു വിശ്വാസം, അയാൾ രക്ഷിക്കണേന്നാളുടെ മനസ്സിന്നൊരാഗ്രഹം പോയിട്ടുണ്ട്. അതാണ് ദുആ. അത് അള്ളാഹുവിലേക്ക് പോയാൽ തൗഹീദ്, ജിന്നിലേക്ക് പോയാൽ ഷിർക്ക്, കരയിൽ നിൽക്കുന്ന മനുഷ്യനിലേക്കാണ് പോയതെന്നുണ്ടെങ്കിലും ഷിർക്ക്. മനസ്സിലാക്കി? അതേപോലെ തന്നെ അത് ഔലിയാമ്പിയാർക്ക് ഏതിലേക്ക് പോയാലും ഷിർക്ക്. ആ ഹൃദയത്തിൽ നിന്ന് പോയ ആ ഒരു വിളിയുണ്ട് ദുആ എന്ന് പറഞ്ഞ ആ സംഗതി. അത് നാവ് കൊണ്ട് രക്ഷിക്കണേന്ന് പറഞ്ഞ ആ വിളി വേറൊരാളിലേക്ക് പോയി എന്നത് കൊണ്ട് അവിടെ ഷിർക്ക് വരുന്നില്ല. കാരണം അത് സൃഷ്ടികളിലുള്ള ഇത് വിട്ടുകൊടുത്ത കാര്യങ്ങളാണ്. അതിൽ ജിന്നായാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആരാണെങ്കിലും. പിന്നെ എന്താ ഉള്ളത്? മനുഷ്യന്റെ ഇത് പ്രത്യേകത ജിന്നോ മലക്കോ അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത, മനസ്സിലായില്ലേ, മനുഷ്യനല്ലാത്ത അവിടെ കേൾക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനല്ല, അവിടെ കേൾക്കുന്ന പരിധിയില്ലാത്തൊരു മനുഷ്യനല്ല ഒരാൾ അവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, മനസ്സിലായി, ഒരാൾ അവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഉദ്ദേശത്തിന് ഷിർക്കിന്റെ ഭാഗത്തേക്കാണ് ആ ഉദ്ദേശങ്ങളൊക്കെ പോകുന്നത്. കാരണം അവിടെ ഇല്ലാത്ത കാണാത്ത ഒന്നിനെ ഉദ്ദേശിക്കുമ്പോൾ ഷിർക്കിന്റെ ഭാഗത്തേക്കാണ് അത് പോകുന്നത്. ഷിർക്കിന്റെ ഭാഗത്തേക്ക് പോകല്ലേ?
കാണാത്തത് ഈ ചോദ്യം ഞാൻ അതിനെങ്ങനെ കാണാത്തത് നിങ്ങൾ പിന്നെ ഞാനതല്ല പറഞ്ഞത്. ഞാൻ ജിന്നിനെ അങ്ങനെ എല്ലാവരും ആളും ഉദ്ദേശിക്കാൻ കഴിയില്ല. അവിടെ ജിന്നിനെ അങ്ങനെ എല്ലാവരും ഉദ്ദേശിക്കാൻ കഴിയില്ല. അവിടെ നമ്മളെ ശിർക്കാന്ന് പറയുന്നത് ശിർക്കല്ലാത്ത ഇനി ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നിനോട് ചോദിക്കുന്ന എല്ലാ സഹായത്തിനും ശിർക്കാണ് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അതിൽ നിന്ന് നിങ്ങളിപ്പോ സുലൈമാൻ നബിന്റേത് ഒഴിവാക്കി. ഒഴിവാക്കാൻ കാരണം പറഞ്ഞു ഒഴിവാക്കി അല്ലെ? ഒരു മിനിറ്റ് തർക്കം ഉണ്ടായില്ലെന്ന്. ഞാൻ എങ്ങനെയാണ് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞത്. ശിർക്കിന്റെ പരിധി ഒഴിവാക്കാനുള്ളത് ഹയ്യാണ്, മനസ്സിലായില്ലേ? അത് മനുഷ്യനെ സംബന്ധിച്ചു കൊടുത്തു. ഹയ്യാണ്, ഹാദറാണ്, ഖാദറാണ്. മൊയ്തീൻ ഷെയ്ഖിന്റെ കാര്യത്തിൽ നേരത്തെ ഉദാഹരണം പറഞ്ഞു. അപ്പൊ നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖ് ഹയ്യായ, ഹാദർ, ഖാദറായ നിലക്ക് ഒഴിവാക്കി. ഇപ്പൊ ഒരാൾ ഈസാ നബിനെ വിളിച്ചാലോ? ശിർക്കാണ്. എന്തുകൊണ്ടാ ശിർക്കാണ്? അവിടെ ഹാദറില്ല, വിളിച്ചാൽ കേൾക്കൂല. ഈസാ നബി ഹയ്യാണ്, ഹാദറില്ല, ഹാദറില്ല. അതുകൊണ്ട് ഈസാ നബിനെ വിളിച്ചാൽ ശിർക്കാണ്. അപ്പൊ വളരെ ക്ലിയർ ആയി ഹയ്യാണ് നമ്മൾ നോക്കണ്ട. ശിർക്കാകുന്ന ആകാത്തതും ഹയ്യാണോ, ഹാദറാണോ, ഖാദിറാണോ? ഖാദിർ ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഖാദിർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് പ്രത്യേകമാക്കിയതല്ലാത്ത കാര്യങ്ങൾ, സൃഷ്ടികളിൽ വിതരണം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഖാദിർ എന്ന് പറയും. ഒരാൾക്ക് കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നവർക്ക് പറയുന്നത് അക്കാര്യം എന്നിട്ട് പറയും. എന്താണ് മതർ, അതുപോലെ തന്നെ ഹിദായ, ഇങ്ങനെ ഇങ്ങനെ പറയും. അല്ലല്ലാത്ത ഒരാളോട് ചോദിക്കാൻ പറ്റില്ല. ഇത് ഒരാൾ അല്ലല്ലാത്തവരോട് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിചാരിച്ചാൽ അയാൾ 100% മുവാഹിദാണ്. മനസ്സിലായില്ലേ? ആ വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പം നിങ്ങളിപ്പോ ചോദിക്കാണ് ഇങ്ങനെ ശിർക്ക് ഈ നിൽക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ശിർക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്താക്കുന്നത്. ആ ശിർക്ക് ഏതാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ആ ശിർക്കാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതന്നെയാണ് പറയുന്നത്. ഇവിടെ തർക്കമുണ്ടായ വിഷയങ്ങൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ജിന്നിന്റെ വിഷയം തന്നെ. പുഴയിൽ മങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജിന്നിനോട് നിങ്ങൾ പറഞ്ഞ 3 നിബന്ധനയോട് വെച്ചു. ഹയ്യാണ്, ഹാദറാണ്, ഖാദറാണ്, അല്ലെ? ഇതിൽ നിന്നും എന്തില്ല. ആ ജിന്നിനോട് ആ മനുഷ്യൻ ചോദിച്ചാൽ അവിടെ എന്ത് വരുന്നില്ല. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്താണ്? എന്തുകൊണ്ട് ആ ജിന്നിനെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? മൊയ്തീൻ ജീവനുള്ള മൊയ്തീൻ കാണും, ഈ മനുഷ്യൻ അവിടെ കാണുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, എങ്ങനെയാണ് ആ ജിന്ന് സഹായിക്കുന്നത് എന്ന് ആർക്കറിയില്ല? ഈ മനുഷ്യൻ അറിയില്ല. മനസ്സിലായി? ഈ 2 കാരണങ്ങൾ മാത്രമല്ല ഇപ്പൊ അവർ പറഞ്ഞതാണ് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ശിർക്കാവുന്നതാണ്. പിന്നെ താലീം കഴിഞ്ഞ് വിശദീകരിച്ചു. ഉള്ളിൽ നിന്നുള്ള ആ തേട്ടം, ആ വിളി, തൊന്നുണ്ടെങ്കിലാണ് അത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ വിളിക്കുമ്പോ എന്തായാലും ചിലപ്പോൾ അയാൾ മനസ്സിലൊരു പർസണാലിറ്റിന്റെ വിളി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും മൊഞ്ചേരിയെന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? ഇതിന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മണ്ടി വരണേ, അല്ലേ? അതന്നെയല്ല, അതിലാർക്കും തർക്കമില്ല. അവിടെ അയാൾ മൊയ്തീൻ ഷേഖേന്ന് വിളിച്ചാലോ ശിർക്കായി. അതിലൊന്നും തർക്കമില്ലല്ലോ. അവിടെ അയാൾ ലാത്തേന്ന് വിളിച്ചാൽ ശിർക്കായി. അവിടെ അയാൾ ജിന്നേന്ന് വിളിച്ചാലോ ശിർക്കായി. ഞാൻ ചോദിച്ചതല്ല, ഇതിൽ നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ അയാളുടെ ഉദ്ദേശം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നിനാണെങ്കിലോ? മറുപടി ശരിക്കും കേൾക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ആ വിളിച്ചിട്ട് ശബ്ദം കേൾക്കുന്ന പരിധിയിലാണ് ആ ജിന്നിനോട്. മനുഷ്യനോടാണെങ്കിൽ എന്താ? മനുഷ്യനോടാണെങ്കിൽ ചെറുക്കല്ല പറഞ്ഞു. രണ്ടാമത്തത്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധി ജിന്നിനോടാണെങ്കിലോ? എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയില്ലാത്ത മനുഷ്യരാണെങ്കിൽ ചെറുക്കാണ്. പറയുന്നത് ഇതേ ഹുക്കുമാണോ ജിന്നിന് പറഞ്ഞാൽ മതി. ഇതേ ഹുക്കുമാണോ ജിന്നിന്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ പറയുന്നത് ഈ ഹുക്കുമാണോ ശിർക്ക് വരുമോ ഇല്ല എന്നുണ്ടെങ്കിൽ, ശിർക്ക് വരും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ശിർക്ക് വരും എന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ വിളിക്കുകയാണെങ്കിൽ ജിന്നിനെ സംബന്ധിച്ച് ഓന് ഇത്തരം ഉലൂഹിയത്ത് അർപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇത് നിങ്ങളെ സാങ്കല്പിക ചോദ്യമാണ്. ജക്കരിയാനോട് ചോദിച്ച ചോദ്യം. അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ പറയാം, ഒരു വിഷയത്തിൽ, ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച നടത്തിയിട്ടുള്ള സാങ്കല്പികമല്ലാത്ത ഒരു സന്ദർഭമുണ്ട്.
ആ സന്ദർഭമാണ് അവിടെയാണ് പരിശോധിക്കേണ്ടതാവൂല്ലേ, നിങ്ങൾക്ക് തോന്നുന്നതല്ല. എങ്ങനെയാവും ആവൂല പണ്ഡിതന്മാര് പറഞ്ഞത്. പണ്ഡിതന്മാര് പോട്ടെ, ഞാൻ മുങ്ങി മരിക്കുകയാണ്. ഞാൻ മുങ്ങി നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ മുങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജിന്നിനെ വിളിച്ചാൽ തീർക്കാവുക. എനിക്കത് പറഞ്ഞാൽ മതി. ഞാൻ ജിന്നിനെ വിളിച്ചാൽ തീർക്കാവുക. ഞാൻ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞപ്പോ അതൊന്നും പറയില്ല. ഞാൻ വിളിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ട് എന്ന് കരുതിയിട്ട് ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ വിളിച്ചാൽ ആ വിളി ചെറുക്കാണോ സാലിഹ്? എന്റെ വിശ്വാസത്താണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിച്ച് രക്ഷിക്കട്ടെ, എന്നെ രക്ഷിക്കട്ടെ എന്ന് വിളിച്ച് ഞാൻ വിളിച്ചാൽ അത് ചെറുക്കാണോ? അതിന്റെ വിധി പറയൂ. അത് വിധി പറയണത് മുസ്ലിം. കാരണം മൊത്തം കേരളത്തിൽ അത് ചെറുക്കല്ലാന്ന് പ്രസംഗിച്ചു കാണുന്നു. നിങ്ങൾ എന്താ പറയാ? അത് മൊത്തം ചെറുക്കല്ലാന്ന് കേരളത്തിൽ പ്രസംഗിച്ചു കാണുന്നു. എന്താ ഒരു അന്തല്ല? നിങ്ങൾ നിസാരായിട്ട് കാണരുത്. നിസാരായിട്ട് കാണരുത്. അല്ലല്ലോ, കേരളത്തിന് മുഴുവൻ പ്രസംഗിച്ചില്ല. അപ്പൊ കേരളത്തിന് മുഴുവൻ പ്രസംഗിച്ച് നടന്നിട്ട് കേരളത്തിലെ മുഴുവനും ഇത് പ്രസംഗിച്ച് നടന്നത് ഇത് ശരിയാണെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ല. കുറ്റിക്കാട്ടിലുള്ള ഒരു ജിന്ന്, നിങ്ങൾ എന്താ പ്രസംഗിച്ചത്? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ മുന്നിലല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? കുറ്റിക്കാട്ടിലുള്ള ഒരു ജിന്ന് അവിടെ ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ മറിഞ്ഞിരിക്കുന്ന മനുഷ്യനോ ജിന്നോ ആരാകട്ടെ നിന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നോ ഒന്ന് രക്ഷിച്ചാൽ ചെറുക്കല്ലാതെ നിങ്ങൾ പ്രസംഗിച്ച് നിങ്ങൾ മുന്നിൽ വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. അതെന്ത് വരില്ല, അതിൽ പ്രാർത്ഥന ഫുള്ളുണ്ട്. നിങ്ങളെ പേപ്പറിന്റെ എടുത്തു ഞാനല്ല ഞാൻ പറഞ്ഞതിൽ കുറ്റിക്കാട്ടിലുള്ള ഒരു ജിന്ന് എന്ന് പറഞ്ഞ പദം തന്നെ ഉണ്ടാവും. കുറ്റിക്കാട്ട് വേണ്ട, ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞോട് സമയം നിങ്ങൾ പറഞ്ഞോട് കുറ്റിക്കാട് വേണ്ട. നമുക്ക് കുറ്റിക്കാട് പ്രശ്നമല്ല. കുറ്റിക്കാട്ടുള്ള മനുഷ്യനെ കാണുന്നത് അതുപോലെ കാണാത്ത ജിന്നുകളുടെ പ്രസന്റ് ആണ് അവര്. അവരോട് കാര്യം ചോദിച്ചാൽ അവിടെ ചെറുക്ക് വരൂല. അങ്ങോട്ടാ ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരാള് അതാണ് വിജനമായ സ്ഥലത്ത്, അങ്ങോട്ട് ഈ വിജനം എടുക്കഴിഞ്ഞാൽ വിജനമായ സ്ഥലത്ത് ഒരാൾ പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ യാ ഇബാദുള്ള ഐനൂനി, അതുപോലെ പല റിവായത്തിൽ വന്ന ഹദീസ് ഉണ്ട്. ഒരു മിനിറ്റ്, വിഷയം ഹദീസിക്ക് വരുമ്പോൾ അടക്കം ഒരു അതൃപ്തി വന്ന രീതിയിലാണ് ഒരു കമ്പനി ഞാൻ അങ്ങനെ മുജാഹിദ് ഒരു അക്കീദത്ത് ലൈഫായ എങ്ങനെ നിങ്ങൾ സംസാരിക്കും. ഞാൻ അങ്ങനെ കരുതുള്ള വായകൾ പിന്നെന്താണ് ശരിക്കും കാണിച്ചു. ഞാൻ ഇന്ത്യ ലിസ്റ്റിക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഇന്ത്യ ഗണത്തിൽ ഇടും. ഞാൻ അത് കേരം കൊണ്ട് പറയാൻ സമ്മതിക്കില്ല. നോക്കേണ്ട ആവശ്യമില്ല. ആ പുസ്തകം നമ്മൾ ചോദിച്ച എന്തെങ്കിലും ഓക്കെ കലക്കാൻ ഞാൻ പറഞ്ഞു. നമ്മൾ വേറെ കാര്യം അറിയിക്കട്ടെ. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. നിങ്ങൾ ഞാൻ സംസാരിക്കുമോ? ഞങ്ങൾ വായിൽ കയറി സംസാരിച്ചിട്ടുണ്ട്. ഒന്നാമത്. രണ്ടാമത് ഒന്ന് എത്രയെന്ന് പറഞ്ഞാല് ഞാൻ പറയാണ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ച് ഞാൻ പറയാണ് വേറെ ഞാൻ അതിന് പകരം ഞാൻ ചോദിക്കാണ് 4ഉം 5ഉം കൂട്ടിയിട്ട് 2ഉം കഴിച്ചാൽ എങ്ങനെയാന്നുള്ള മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടും കേട്ടോ? ഒരു മര്യാദ കൊണ്ട് നമ്മൾ അതിലിടക്ക് നിങ്ങൾ സംസാരിച്ച് ഒരുപാട് പോയിന്റുകൾ വരാൻ പാടില്ലാത്തായിരുന്നു. അതായത് എന്താ പറയുക, നമ്മളൊക്കെ മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു ദയവ് ചെയ്ത് നിങ്ങൾ കലക്കരുത്. ഞാൻ
ചോദ്യം ചോദിക്കണ്ടേ അവിടെ ഒരു മനുഷ്യൻ വരുന്നതിന് മുമ്പേ അത് ചെറുക്കാണ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുക്കാന്ന് പറഞ്ഞു ഒരു അവസരം കാണണമെങ്കിൽ അതിന് കണ്ടിട്ട് വസ്തുത എന്തെന്ന് എടുക്കണമെങ്കിൽ ഈ കയ്യിൽ താല്പര്യമില്ല. അതാണ് ഇതിന്റെ ചോദ്യത്തിൽ കിതാബ് വെച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്ക് പണ്ഡിതന്മാരെ കൊണ്ടുവരാം. ചർച്ച ചെയ്യണമെങ്കിൽ മുതലായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച യാ ഇബാദുള്ള എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ്. അതുകൊണ്ട് ദുർബലമായി ഹദീസിലെ ഇബാദുള്ള അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലും ആണെന്നോ പ്രസക്തമല്ല. ഒരു കാര്യം ഇതിനെ പറ്റി പറയാം. ഇപ്പൊ ഇബ്നുബാസിന്റെ ഉദ്ധരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇബ്നുബാസിന്റെ വേറെ എടുത്തരാൻ അതറിയാം. അത് മാലി ചോദിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ആയി ഭാഗത്തല്ലേ അത് വിപരീതാണത്. അതായത് അംഗത്വം പറയില്ല, അതൊരിക്കലും പറയാം. ഞാൻ പറഞ്ഞ അത് കൃത്യമായിട്ട് ആരോടാ ചോദിക്കേണ്ടതെന്ന് ഇബ്നുബാസ് ഫഹൽ യജൂ ഇതാ നോക്ക് ഇല്ലാ മഅൽ ഖാദിറിൽ ഹയ്യിൽ ഹാദിരി മിനൽ ഇൻസി ഫീമാ യഖ്ദിറു അലൈഹി. ഒരു മനുഷ്യനോട് മാത്രമാണ്. അതായത് ആ ഹദീസിൽ പറഞ്ഞത്. ആ ഹദീസിൽ ഇപ്പൊ ഇതിന് പിന്നെ ഹദീസില് അഹമ്മദ് ബിൻ അംബല് ഇവരൊക്കെ പറഞ്ഞല്ലേ? അഹമ്മദ് ബിൻ അംബല് ഓടി ഒരു പുലി മാത്രമേ ഇത് പറഞ്ഞ റസൂലിന്റെ ശൈഖിന ഇബ്നുബാസ് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് കാരണം വ്യക്തമായ പദവിയുണ്ടാകുമ്പോ പിന്നെ അതിന്റെ പേരിൽ വൈഫിന്റെ പേരിൽ നമ്മൾ പോകണം. ഞാൻ ഒരു മനുഷ്യൻ പോലും ഇനി ഞാൻ വരാം. ഈ ഫത്വയ്ക്ക് ശേഷം ഇബ്നു ബാസ് വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞിട്ട് ഇതേ വിഷയത്തിൽ ഫത്വ വന്നിട്ടുണ്ട്. ഞാൻ കൊടുന്നുതരാം. വിഷയമായിരിക്കും. ആയിക്കോട്ടെ. അതുപോലെ ഇത് ഒരു റുക്കിയ ഒരു റാഷി ഒരാൾ ഇതുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മൾ ഈ രണ്ടും കാണാൻ. ഞാൻ ഈ ചോദിച്ചതിൽ എന്തെങ്കിലും തെളിവ് സാലിം കടയൊക്കെ ഉണ്ടോ? ഇത് മുങ്ങി മരിക്കുന്ന രണ്ടിൽ പെടാതെ ആളാണ് സുബൈർ മൗലവി. ഇത് രണ്ടും രണ്ടാക്കിയിട്ട് തന്നെ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് മൂപ്പര് പറഞ്ഞു. ഇബാദത്തുകളുടെ വിഷയമല്ലാത്ത ഏതെങ്കിലും തെളിവുകളെ നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ ചോദിക്കാൻ ആരോപിക്കുന്ന പറഞ്ഞാലും ചുരുക്കല്ലേ? യാത്ര വിളിക്കാറുള്ള ചുരുക്കല്ലേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇതിലും ഇടപെട്ടോട്ടെ. നിങ്ങൾ രണ്ടു കൂട്ടർ സംസാരിച്ചാല് ഞാൻ ഇടപെട്ടോട്ടെ. സാലിംക പിന്നെ റൌഫ്, ഈ ഒരു വിഷയം നമ്മൾ പുതിയ സംസാരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് കുറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ഞാൻ ആരാ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടുന്ന് വെച്ചിട്ട് ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പബ്ലിക്കായിട്ട് രണ്ടു കൂട്ടർക്കും ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ ഒരു സംസാരത്തിന് തയ്യാറുണ്ടോ? പബ്ലിക്കായിട്ട് വീട്ടിലല്ല, നമ്മളിപ്പോ സാധാരണ ഒരു പ്രവർത്തകരാണ്. KNMന്റെ ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയാം. പക്ഷെ വ്യവസ്ഥയില്ല. എന്തിനാണ് സംവാദം എന്നുള്ളത് എഴുതവിടെ ഇപ്പൊ എഴുതാം. സമയവും കാര്യങ്ങളും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ രൂപത്തിൽ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ അതിൽ നിന്ന് ശിർക്ക് ഒഴിയണം എന്ന് പറഞ്ഞു. ആ ശിർക്ക് എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി. ഇതിൽ നിന്ന് പുറത്ത് ഇതും കൂടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അവര് പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ ഈ ജിന്ന് തൊടുന്നില്ലേ. അതുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാം. ഇതൊന്ന് വായിക്കും. ഇതൊന്ന് വായിക്കും. ഈ വിഷയം ഭംഗിയായി പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന
സ്ഥലമാണ് യാ ഇബാദുള്ള ഐനൂനി എന്ന് പറഞ്ഞ ഹദീസ്. ഓക്കെ, അതുകൊണ്ട് ആ ഹദീസിന്റെ ശറഹ് വിശദീകരിച്ചോടിക്കോ. ആ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഏതെങ്കിലും സലഫി പണ്ഡിതൻ, ഒരു സലഫി പണ്ഡിതൻ പോലും അത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഗായിബായവരെ ഉദ്ദേശിച്ച അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം, ഇപ്പൊ ഒരാൾ നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ശിർക്കാന്ന് പറയും. അപ്പൊ ഖുറാഫികൾ ചോദിച്ചാൽ ഖുറാഫികൾ ഇങ്ങോട്ട് ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ ഇബ്നു കസീർ അത് ഉദ്ധരിച്ചിട്ടില്ല, ഇബ്നു കസീർ ശിർക്കാണ് മുസ്ലിം എന്ന് ചോദിക്കും. എന്റെ ചോദ്യത്തിന് വ്യത്യാസമുണ്ട്. ഞാൻ തിരിച്ചുദ്ധരിച്ച ഒരാളെ പറയുന്നത്. ഒരാൾ ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ നബിന്റെ 2 ഹദീസ് കളവാക്കണം. ഇപ്പൊ അടുത്ത ഓഡിയോ ക്ലിപ്പ് ഞാനിപ്പോ ഇവരുത് ഫൗസാനോട് ചോദിക്കുന്ന എന്താ ഇത്? അപ്പൊ ഫൗസാൻ ഇങ്ങോട്ട് പറയണം യാ ഇബാദുല്ലാഹി ഇഹ്ദിസൂ അല്ലേ? പിന്നെ നിങ്ങൾക്ക് ചോദ്യണ്ടാമതായ ചോദ്യം ഇത് വസീല ചെറുക്കാണോ ചെറുക്കാണോ? ഞാൻ ഇത് നേരെ ബിനുവാദിനോട് കൊടുത്താണ് യാ ഇബാദുല്ലാഹി ഐനൂനിയിൽ ചെറുക്കുണ്ടോ, ഇതിൽ മൂപ്പർ അതിനൊരു മറുപടി പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മൂപ്പർ പറയുന്നത് എന്താ? ഒരു മുത്തശാബിഹായ ഒരു കാര്യം, മുഹ്കമായ ഒരു കാര്യമാണ് ഗായിബിനോട്, മരിച്ചവരോട് ഇവരോടൊക്കെ ചോദിക്കൽ ചിർക്കാണ്. ഇവിടെ ഹാജരായ ഇതിന്റെ വിഷയത്തിൽ ഗായിബിന്റെ അതേ ഹുക്കുമാണ്. ഹാജറിനോട് ചോദിച്ചാൽ ഞാൻ കാണിച്ചു. സാലിംക ഇപ്പൊ ഇതിന് നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായത് സാലിംക? യാ ഇബാദുള്ളയുടെ വിശദീകരണത്തിൽ പറഞ്ഞതല്ലാത്ത ഒരു തെളിവും സാലിംകടയ്ക്ക് ജിന്നിനോട് കാര്യം ചോദിച്ചാൽ തീർക്കലാമില്ല. ഇതാണ് സാലിംകടയ്ക്ക് ഉള്ളത്. ഇതാണ് ഇപ്പൊ സാലിംകടയ്ക്ക് ഇല്ലാത്ത സാലിംക നിങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ് പറഞ്ഞത്. അല്ല, ഞാൻ ചോദിച്ചത് തെളിവില്ലല്ലോ. അതിനോട് ബന്ധപ്പെട്ട് ഹദീസല്ലാത്ത ഏതെങ്കിലും ഹദീസുകൾ ചർച്ച വന്ന സമയത്ത് വന്ന വിഷയങ്ങള് അതിലാണോ ഈ പറഞ്ഞത്? പൊടിയിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ, പൊടിയിൽ മങ്ങി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ അവിടുത്തെ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് തീർച്ചയാണോ? ആ വിശ്വാസത്തിന് തീർച്ചയല്ലാത്ത വിളിയുണ്ടോ? ജിന്നിനോട് സഹായത്തിൽ ഈ ബിൽഡിങ്ങിന്റെ സഹായത്തിൽ അതാണ് മുഷിരാക്കിയാണ് ഇന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞത് അതിന് ചുരുക്കുണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസത്തില് നിങ്ങളുടെ വിളി കേട്ടിട്ട് നിങ്ങളുടെ ഇത് ചെറുക്കാന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യൻ ജിന്നിനോട് സഹായം ചോദിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ അയാൾ വിളി കേട്ടിട്ട് ഉത്തരം നൽകും. സഹായം ചോദിച്ചാൽ സഹായത്തിന് തന്നെയാണ് പ്രാർത്ഥിക്കാന്ന് പറയാം മലയാളത്തില്. ഞാൻ ചോദിക്കട്ടെ, സഹായം ചോദിച്ചാൽ അതെ സഹായം ചോദിക്കാൻ പ്രാർത്ഥിക്കുന്നു പറയും. ഞാൻ പറഞ്ഞില്ല ഇത് തസ്തഗീസുനകത്ത്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഇസ്തിഹാസാന്ന് പറഞ്ഞോടത്തെ ഇത് തസ്തഗീസുൽ എന്താ പറഞ്ഞത്? അത് താഴ്ത്തേട്ടൻ തന്നെ പ്രാർത്ഥനയല്ലേ? ആ പ്രാർത്ഥനയാണ് ജിന്നിനോടുള്ളതെങ്കിൽ എന്താണ് ചെറുക്കമാണ് ആര് പറഞ്ഞത്? സാലിംക പറഞ്ഞത്. നമ്മൾ ചോദിക്കുന്നത് ആ പ്രാർത്ഥന അല്ലാത്തൊരു ചേട്ടൻ ജിന്നിനോടുണ്ടോ? പ്രാർത്ഥന വരാത്ത ഒരു ചേട്ടൻ ജിന്നിനോടുണ്ടോ? ഉണ്ടോ? അത് ഞാൻ ചെയ്യാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലാത്തോണ്ട് ചോദിച്ചാൽ ഒരു മനുഷ്യൻ സഹായം ചോദിച്ചാൽ അത് നിങ്ങൾ അതിനെപ്പറ്റി വിശദീകരിക്കുക.
എങ്ങനെ കിട്ടിയ ഞാൻ ചോദിക്കട്ടെ ജബ്ബാർ മൗലവി യായിബാദുള്ള ക്ലാസ് എടുത്തതാ. ഇതിന് തെറ്റുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിന് ഒരണ് മണി തൂക്കം നമ്മൾക്ക് വ്യത്യാസമില്ല. യായിബാദുള്ളയിൽ ഒരു അണുമണി തൂക്കം വ്യത്യാസമില്ല. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ജബ്ബാർ മദീനി ക്ലാസ് എടുത്താണ്, ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, ഇന്ന് ഇവിടെ ഉള്ളതാണ്. ഈ മൗലവി പറഞ്ഞത് മുഴുവനും ശരിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇല്ല, ഇത് മൗലവിനോട് പറയും ഇത് തെറ്റാണ് എന്ന് എഴുതിയിട്ട് മൗലവി പറയട്ടെ. ജബ്ബാർ മൗലവി പ്രസംഗിച്ചത് മുഴുവൻ ഇത് ഫുള്ള് ആയിക്കോട്ടെ. ആ എത്തിയില്ല, അതിന് ശേഷം അതാണ് ഞങ്ങൾക്ക് അവിടുന്നാണ് മുജാഹിദിന് മുമ്പ് എന്താണ് ആദ്യം മൗലവി പറഞ്ഞെന്താണെന്നറിയോ, അത് ജിമ്മിനെ വിളിച്ചാൽ ചെറുക്കാണ്. പിന്നെ മൗലവി ചെറുക്കാണ് കൂട്ടരെ മാതാമൃതാനന്ദ വിളിച്ചാൽ എന്താ പറയും? അപ്പൊ ചോദിക്കട്ടെ, ചെറുക്കല്ലാത്തൊരു വിളി മാതാമൃതാനന്ദമയിന് ഉണ്ടല്ലോ ഉണ്ടല്ലോ ചെറുക്കല്ലാത്തൊരു വിളിയില്ലേ? അല്ല, എന്താ ചെറുക്കല്ലാത്തൊരു വിളി ഉണ്ടല്ലോ. മാതാമൃതാനന്ദമയിനോട് ഒരാൾ സഹായം ചോദിച്ചാൽ ചെറുക്കല്ലാത്തൊരു വിളി ആ പറച്ചിലെ പറയണേ. ആ പറച്ചിലാണോ ഈ ആയിബാദുള്ളയിൽ വിശദീകരിക്കണേ? ആ ചെറുക്കാണോ ഇതിൽ വിശദീകരിക്കുന്നത്? അതിൽ ചുരുക്കുണ്ട് ഇതില് പറയുന്നല്ല. ഇതിലാണ് ഞാൻ ചോദിച്ചത്. ചുരുക്കല്ലാത്ത ഒരു വിളി ഉണ്ട് എന്നാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇക്കാലം വരെ പറഞ്ഞത്. അതിൽ യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ പശ്ചാത്തലത്തിലുള്ള വിളിയിൽ ചുരുക്കല്ലാത്ത ഒരു വിളിയുണ്ട് എന്ന് നമ്മളും അതിൽ പിന്നെ എന്താണ് മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നത് പോലുള്ളതുണ്ട് എന്ന് അവരും പറഞ്ഞു. നമ്മളെ കണക്കിന് ചുരുക്കൻ വിളി ഉണ്ട് എന്ന് അവരും പറഞ്ഞു. മനസ്സിലായില്ലേ? ആ ചുരുക്കൻ വിളി ചുരുക്കല്ല എന്ന് പോലെ പറഞ്ഞു. നമ്മൾ ആ വിളി ചുരുക്കും, അതിൽ ഉള്ളൊരു വിളിയുണ്ട്, അത് ചുരുക്കല്ല വിളിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണ് നമ്മുടെ പറഞ്ഞത്? അതിൽ ഈ ആയിബാദങ്ങൾ പറഞ്ഞതില് എല്ലാ വിളിയുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ പറഞ്ഞ ഒക്കെ വിളിയിലുണ്ട്, നമുക്ക് തെളിവാണോ? നമുക്ക് തെളിവാണോ എന്റെ ചോദ്യം. അല്ല, എന്നാ വിട്ടാൽ പിന്നെ എന്തിനാ അത് തെരഞ്ഞു നടത്തിയത്? പക്ഷെ അതിനെങ്ങനെ ഒരു വിധി ഒരു ഊക്കുന്നു കിട്ടൂല. കിട്ടൂല തീരുമാനിക്കുക. ഒന്ന് നിങ്ങൾക്ക് സത്യം അള്ളാഹിനോട് നിങ്ങൾ മറുപടി പറയണം. ഹദീസിൽ അക്കീദക്ക് ഹുക്മ് കിട്ടുമോ? നിങ്ങൾ മിണ്ടാതിരിക്കരുത്. അയാൾ അതിനാണ് ഇവിടെ തർക്കം. അതിന് ഹുക്മെടുക്കോ? അതിനാണ് തർക്കം. ഒരു മിനിറ്റ്, നമ്മളെ സംബന്ധിച്ച് ഞാൻ അതുകൊണ്ട് പറയുന്നത് അതിപ്പോ കള്ളൊരാൾ കുടിച്ചാലും കള്ളല്ലാന്ന് വിചാരിച്ചാൽ ആറാമാവോ? ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനില്ല. സംസാരിക്കാൻ ഞാനില്ല. നിങ്ങളിതൊന്ന് പറയാൻ സമ്മതിക്കോ? ഞങ്ങൾക്ക് പഠിക്കണമെങ്കിലോ കേൾക്കട്ടെ. നിങ്ങൾ പറഞ്ഞ അംഗീകരിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ മാത്രം നിങ്ങളെ അഭിപ്രായമല്ലേ? ഞാൻ ഇവിടെ കേൾക്കട്ടെ. നിങ്ങളല്ലേ പറഞ്ഞു എന്ത് വർത്താനം? ഒരു തഫ്സീർ പറയാം, ഞാൻ കാട്ടി തരാൻ പറഞ്ഞാൽ കലക്കി കുടിച്ചേക്കുന്നുണ്ട് വർത്താനം. നല്ല റെക്കോർഡ് ഉണ്ടോ പിന്നെ കയ്യിൽ? ഇല്ലല്ലോ, അത് പോയാ സൗണ്ടിലൊക്കെ അടുത്ത് പോയി. അല്ല, ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ഇത് വേണ്ട, നിങ്ങൾ ചില റെക്കോർഡ് ചെയ്യാനായിട്ട് വന്ന മാതിരിയുള്ള അതിനൊരു ഉദാഹരണം പറഞ്ഞു തരും. പറഞ്ഞു തരും. അതിന്റെ പറഞ്ഞു തരും. ഉദാഹരണം ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞു തരും. നമുക്ക് വളരെ ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ മതി. എനിക്ക് എരുജിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം ഒറ്റ ഒന്നെങ്കിൽ പറഞ്ഞ പ്രശ്നം തീർന്നില്ല. ഉദാഹരണം പറഞ്ഞ മുപ്പത് ആയിബാദുള്ള അത് അംഗീകരിക്കൂല. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. എന്നാ പിന്നെ ആ വിഷയത്തിൽ നമുക്ക് എന്തില്ല, പിന്നെ സംസാരിക്കണ്ടല്ലോ. കാരണം എന്താണ്, ഇപ്പൊ ആയിബാദം ഇല്ലാത്തൊരു തെളിവും സാലിം കടയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ.
എന്റെ സ്ഥാനത്ത് വിശദീകരിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അത് അതല്ലാത്ത എന്തെങ്കിലും തെളിവല്ല, ഞാൻ ഈ ചർച്ച ഏറ്റവും തുടക്കത്തിലേക്ക് പോയി. കാരണം നമ്മളെ ചർച്ച ചെയ്യാകേണ്ടത് ശിർക്യപരമായിട്ടുള്ള വിഷയമാണ്. എങ്ങനെ ശിർക്ക് അവിടെ നിങ്ങളിപ്പോ എന്നൊരു വിഷയമല്ലേ. പക്ഷെ വേറെ ഒന്നുണ്ട്, അവിടെ ചർച്ച ചെയ്തിട്ട് ശിർക്ക് ഉരുത്തി തിരിഞ്ഞ് എന്താണ് ആ തരത്തിലാണ് നമ്മളെ ചർച്ച നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. വേറെ ആരും നിങ്ങൾ എന്തായി ചെറുക്കായെന്ന് ഞാൻ പറഞ്ഞു. അത് ജിന്നിനോട് ചോദിച്ചാൽ അത് ചെറുക്കാവുന്നത് എന്തുകൊണ്ടാണ് ചെറുക്കാവുന്നത്? നമ്മുടെ വിളി കേട്ട് ഉത്തരം നൽകാൻ ആ ജിന്നിന് അള്ളാഹു കഴിവ്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ജിന്നിനെ പറഞ്ഞത്. അതിൽ നിന്ന് ഒരു ജിന്നിനെ അള്ളാഹു മാറ്റി. റസൂലുള്ളാഹി സഹാബത്തും താബികളും അമ്പിയാക്കള് ഔലിയാക്കള് ജിന്ന് മലായിക്കത്ത് ഉസൈർ നബി ഇബ്രാഹിം നബി ഒക്കെ ഉണ്ട്. അതിന് ഏത് ജിന്നിനെ മാറ്റിയത്? ഞാൻ അതേ ചോദിച്ചുള്ളൂ. ഏത് ജിന്നിനെയാണ് മാറ്റിയത്? അതല്ല ഈ പള്ളിയിൽ പ്രാർത്ഥന അതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ സംസാരിക്കാവുള്ളൂ. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി. യാ ഇബാദുല്ലാ എന്ന ഹദീസിന്റെ ചർച്ചയിലാണ് ഈ വിഷയം നമ്മുടെ ഇടയിൽ പ്രശ്നം വന്നതും. പിന്നെ ഈ വിഷയം ഇവിടെ ഖുറാഫികള് പിന്നെ ഇവിടുത്തെ സലഫികളുടെ അടിയിലിട്ടതും സലഫികൾ മറുപടി വന്നു. ആ മറുപടി എന്ന് പറഞ്ഞാൽ ലൈഫായ ഹദീസാണ്, വേണ്ട ഹുക്കുമില്ല എന്ന് പറയാനല്ല. അതിൽ വെച്ചുകൊണ്ട് അവർ പ്രകടമാക്കുകയാണ്, വ്യക്തമാക്കുകയാണ് എങ്ങനെ ശിർക്ക് വരാതിരിക്കുക. അത് ഉമ്മർ മൗലവി വ്യക്തമാക്കി. അത് മതി. ഉമ്മർ മൗലവി പറയാണ്, ആരെങ്കിലും ഈ തന്റെ വിളി കേൾക്കുന്ന പരിധിയിലുള്ള വല്ല ജിന്നും അല്ലെങ്കിൽ മലക്കോ തന്റെ വിളി കേട്ട് ഈ ഗതികെട്ടവനെ സഹായിക്കും എന്ന് സഹായിച്ചേക്കാം എന്ന് പറയണം. സഹായിച്ചേക്കാം എന്നാ പറയുന്നത്. എന്നിട്ട് മറിച്ച് ആരെങ്കിലും മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നാണ് അവിടെ പറഞ്ഞത് എങ്കിൽ മൊഹീദ്ദീൻ ശൈഖോട്ട് കേൾക്കൂല, മൊഹീദ്ദീൻ ശൈഖോട്ട് വന്ന് രക്ഷിക്കൂല, അതുമൂലം അയാൾ കാഫിറും മുശ്രിക്കുമാകും. ഉമർ മൗലവി പറഞ്ഞത്. ഉമർ മൗലവി അല്ലേ പിന്നെ അത് പാലത്ത് അബ്ദുറഹ്മാൻ ഉമർ മൗലവി അതിന്റെ അടിയിലെ അഭിപ്രായം. എന്നിട്ട് ഒരാളിപ്പോ ആദ്യം ഒരു കാര്യം പഴയ ഇതെടുക്കുന്നത് ഒരു ഇതെടുത്തിട്ട് അപ്പൊ അത് നമ്മൾ റാദിന്റെ വിശ്വാസത്തിൽ അതിന് ശേഷം വേറെ അക്സാമുൽ ലദ്ദാത്തും മറ്റേ അല്ലിബാന ഫി ഉസൂൽ ദിയാനൊക്കെ എഴുതി മറ്റിവരൊക്കെ മാറിയത് ആദ്യത്തെ നമ്മൾ ഇതേപോലെ ഒന്നും വേണ്ട. പാലത്ത് ഏതെങ്കിലും ഈ 2012 മുമ്പ് എഴുതിയ ഏതെങ്കിലും ഒരാളുടെ കേട്ടോ, ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണിത്. ഏതെങ്കിലും ഒരാളുടെ അറബികളുടെ അടിയിലുള്ളതാവട്ടെ അല്ലാതെ ആരെങ്കിലും ആട്ടെ, ഏതെങ്കിലും ഒരാളുടെ ഇബാറത്ത് 12 മുമ്പുള്ളത് ഒന്ന് കൊണ്ടില്ല, ഒറ്റൊന്ന് കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തോട്ട് അൽബാനി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ മറ്റേ ഫത്വയിലും കൃത്യമാണല്ലോ. അൽബാനി പറഞ്ഞ പോലെ അൽബാനി പറഞ്ഞ എന്ത് തന്നെ ആയാലും ഇത് മലക്കുകളാണ് ചെയ്യുന്നത്. ജിന്നിനെ ഉദ്ദേശിച്ചാൽ ശിർക്കായി. അൽബാനി എന്റെ മേലെ പറഞ്ഞെന്താ പറഞ്ഞിട്ടുള്ള എന്താ മേലെ പറയിച്ചു മുഴുവൻ വായിച്ചില്ല. ഓക്കെ ശിർക്കായി എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാചകം ഒരു ചെറിയ കഷ്ണം ഇതിൽ കൊടുത്തിട്ടില്ല, മുഴുവൻ വായിച്ചാളാ. കാരണം പറഞ്ഞു എന്തുകൊണ്ടാ ശിർക്കാകുന്നത്? അവർ ദുആ കേൾക്കുകയില്ല. ദുആയാണ് അവിടെ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കി. അതിന്റെ മുമ്പ് പറയുന്നുണ്ട്, പറഞ്ഞ മലക്കാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഇബ്നു അബ്ബാസിന്റെ ഹസനാണെന്നാണ് അൽബാനി പറയുന്നത്. ആ ഹസനായ ഹദീസ് വെച്ചിട്ട് മലക്കാണ് എന്ന് നമ്മൾക്ക് കാണാത്ത സൃഷ്ടികൾ എന്നാണ് മലക്കാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്നാൽ മനസ്സിലായില്ലേ? എന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പറയുന്നത്. അതിന് കാരണം പറഞ്ഞു, ലിഅന്നഹും ലാ യസ്മഊന ദുആ. ആരെങ്കിലും അല്ലാത്ത ദുആ കേൾക്കുന്നു വിശ്വസിച്ചാല് ശിർക്കല്ലേ? ആ യാഇബാദുള്ള ഈ മലക്കിനെ ഉദ്ദേശിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. അതിനെ അഹ്മദ് ബിൻ ഹംബൽ ഹവിയാക്കിയിട്ടുണ്ട്, അമലെടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ
അതൊരു വെറുതെ ലോക്കലായിട്ടുള്ള ചോദ്യങ്ങൾ അല്ല അത് ചോദിച്ചു അത് പറഞ്ഞു അല്ല ഇവിടെ സംസാരിക്കൽ നാട്ടിൽ പറഞ്ഞൊക്കെ നാട്ടിൽ സംസാരം വേണ്ടെന്ന് പറഞ്ഞു. അഹമ്മദ് ബിൻ ഹംബൽ ഒരിക്കലും പെണ്ണിനെ ഉദ്ദേശിക്കൂല എന്ന് തന്നെയാണ് ഇപ്പൊ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞത്. മനുഷ്യനെ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്നു. നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ ചർച്ചയിലൊക്കെ മനസ്സിലായി യാ ഇബാദുള്ളല്ലാതെ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് മനസ്സിലായി ഒരു തെളിവ് തെളിവ് വേണ്ട ഞാൻ പറഞ്ഞു. അയ്യും ആരും കാതറും ആയതിനെ വിളിക്കും, പിന്നെ ഒരാൾ വിളിച്ചാൽ ചുരുക്ക് വരില്ല എന്ന് തെളിവ് തന്നെ വേണ്ട. അല്ലാണ്ട് കാലത്തുള്ള ആളെ ഞാൻ അയ്യും മാതറും കാതറും എന്ന വിചാരത്തിൽ ജിന്നിനോട് വെച്ച ചുരുക്ക് തന്നെയാണ്. ആരോട് ചോദിച്ചാലും ചെറുക്ക് വരില്ല. ജിന്നിനോട്, മനുഷ്യനോട് വെച്ചാൽ ചെറുക്കല്ല. ജിന്നിനോട് ചോദിച്ചാൽ എന്തുകൊണ്ട് ചെറുക്കാണെന്ന് നമ്മൾ പറഞ്ഞു തന്നു. എങ്ങനെ സഹായിക്കുന്നു നമുക്കറിയില്ല, ആ സഹായത്തിന് ചോദിക്കാൻ ജിന്ന അവിടെ ഉണ്ടെന്നും നമുക്കറിയില്ല. കാരണം അടക്കം ഞാൻ പറഞ്ഞു തന്നു എന്തുകൊണ്ടാണ് ചെറുക്കാവുക എന്നുള്ളത്. എന്നിട്ടും അതിനൊരു അക്ഷരം വേണ്ടില്ല. അവിടെ പ്രാർത്ഥന ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. പ്രാർത്ഥന അല്ലാത്തൊരു വിളിയോ ഏത് വിളിയാണ്? പണ്ഡിതന്മാരുടെ ഇതിലുണ്ട്. അല്ല ഈ വേറെ ഉണ്ടെന്ന് മനസ്സിലാക്കി തരാം. ഇബാദുള്ളയുടെ തെളിവല്ലാത്ത ഞാനിപ്പോ ജിന്നിനെ വിളിക്കുകയാണ്. ചുരുക്കുണ്ടോ ഇല്ലെന്ന് പറഞ്ഞോ? ചുരുക്കുണ്ടോ ഇല്ലെന്ന് പറഞ്ഞു. ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ചുരുക്കുണ്ടോ ഇല്ലേ നിങ്ങൾ പറഞ്ഞോളൂ. ജിന്നിനെ വിളിക്കുകയാണ്. എങ്ങനെ വിളിക്കുക? എങ്ങനെ സുഖാണോ എന്ന് ചോദിക്കുന്ന വിഷയമല്ല. ജിന്നിന്റെ സഹായമാണ് ഇപ്പൊ വിളിക്കുകയാണ്. ആ ജിന്നെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയ ജിന്നിനോടുള്ള സഹായം പറയുമ്പോ അത് ജിന്ന് ഓടിപ്പോവും. അത് വേറല്ലേ, അത് അള്ള പറയാൻ പറഞ്ഞല്ലേ. ജിന്നിനോട് ഞാൻ ഒരു സഹായം ചോദിക്കുകയാണ്. ഞാൻ വിജനമായ സ്ഥലത്ത് പെട്ട് ഞാൻ ഉറക്ക ബാങ്ക് കൊടുത്ത് എന്റെ ഉദ്ദേശം അവിടെ വല്ല ജിന്നോ അതാരെ പഠിപ്പിച്ചത്? അതാരെ പഠിപ്പിച്ചെന്നാണ് ചുരുക്ക് അല്ലാതെ അതാരെ പഠിപ്പിച്ചെന്ന് ബാങ്ക് കൊടുക്കുന്നത് ഞാൻ പഠിപ്പിച്ചെന്ന്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് റസൂൽ അവിടെ പഠിപ്പിച്ചത് കൊണ്ട് അവിടെ ചുരുക്കില്ല. ജിന്ന് അവിടെ എനിക്കൊരു സഹായം ചെയ്യും. നിങ്ങൾ കൊടുക്കുമ്പോ ജിന്ന് ഓടിപ്പോകുന്നത് ജിന്നിനോടുള്ള സഹായം കേട്ടാ അതല്ല. വിജനമായ സ്ഥലത്ത് നിൽക്കുമ്പോ നിങ്ങൾ ഉറക്ക ബാങ്ക് കൊടുക്കണം നമസ്കരിക്കുമ്പോ. അതിന് കാരണം എന്താ? അവിടെ അവിടെ കേൾക്കുന്നവരൊക്കെ വേണ്ടി പറഞ്ഞേ നിങ്ങൾക്ക് പരലോകത്ത് സാക്ഷി. അതെ, അവിടെ അതിനോട് സഹായം ചോദിക്കുക. എങ്ങനെ അള്ളാനോട് നമ്മള് ബാങ്കൊരു നിങ്ങളിത് കേൾക്കണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആയതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് നേരെ ഒരു ഇതില്ലാത്തൊരു ഇതാണ് ഇപ്പം പറഞ്ഞ ഉദാഹരണം. നിങ്ങൾക്ക് ഇപ്പൊ നമ്മളിതിൽ വെച്ചാല് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് വിജനമായ പ്രദേശത്ത് വിളിച്ചാലും ചെറുക്കാണ്, പുഴയിൽ മുങ്ങി മരിച്ചാലും ചെറുക്കാണ്, ജിന്നിനോട് സഹായം ചോദിക്കുന്ന ചെറുക്കല്ലാത്ത ഒരു ഇനമില്ല. ഇതാണ് ഞങ്ങളുടെ വാദം. മുഴുവൻ ചെറുക്കവും പ്രാർത്ഥനല്ലാത്ത ഒരു വിളിയും ജിന്നിനോടില്ല. ചെയ്യുന്ന സ്ഥലത്ത് നോക്കേ ഇജിപ്പം പിന്നെ കണക്കിന്റെ ബുക്കിൽ നിന്ന് ഫിസിക്സ് പഠിച്ചില്ലല്ലോ. അപ്പൊ ആ ചർച്ച ചെയ്യുന്നോടത്ത് തന്നെ പോയി മറിച്ചണം. ആ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഒരു